أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ اهدري لنا بهذا المحضر ولتأتفي بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. റൂഹുൽ അദബിൻ്റെ 86-87 വരികളായിരുന്നു കഴിഞ്ഞ ദർസുകൾ നമ്മൾ വിശദീകരിച്ചിരുന്നത്. അതിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അതുപോലെ മീസാനിനെക്കുറിച്ചും സിറാത്തിനെക്കുറിച്ചും ഒക്കെയായിരുന്നു വിശദീകരിച്ചത്. അത് ഓർക്കുന്നതിൻ്റെ പ്രാധാന്യം ഒക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി മറ്റൊരു മേഖലയിലേക്ക് ഷെയ്ഖ് ചർച്ച കൊണ്ടുപോവുകയാണ്. നമ്മൾ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളെ വിശദീകരിക്കുന്നത്. ഒരുപാട് വരികൾ ഷെയ്ഖ് അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. നമ്മൾ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ പറയാൻ വേണ്ടി മാത്രം. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാക്കുകൾ ആ വിഷയത്തിലുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അവസാന കാലഘട്ടത്തിൽ തെറ്റുകൾ പേമാരി കണക്കെ മനുഷ്യനിലേക്ക് കടന്നു വരുമെന്നും ഏറ്റവും ഉന്നതരായ ആരിഫീങ്ങൾക്കല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂല എന്നുള്ളതും ശൈഖ് അവറുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാവുന്നത് പൂർണ്ണമായും തെറ്റിൽ നിന്ന് മുക്തമാവാൻ സാധിക്കൂല. അപ്പോൾ പിന്നെ ചെയ്യാവുന്നത് ആ തെറ്റ് പൊറുപ്പിക്കുന്ന അമലുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ സലാത്തുൽ ഫാത്തിഹ വർദ്ധിപ്പിക്കുന്നതും അത് തന്നെ അതിലായിട്ട് മുറുകെ പിടിച്ച് നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. കാരണം സലാത്ത് നമ്മുടെ തെറ്റുകൾ പൊറുപ്പിക്കും. തെറ്റ് പൊറുപ്പിച്ചാൽ മാത്രമേ നമുക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും അദാബുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് കാണാം. ഒരു മനുഷ്യന് അവൻ തെറ്റ് ചെയ്താൽ ദുനിയാവിൽ തന്നെ അവന് ശിക്ഷയുണ്ടാവും, ആഖിറത്തിന് വേറെ ഉണ്ടാവും. അവൻ തൗബ ചെയ്യുകയും തെറ്റ് പൊറുപ്പിക്കുന്ന അമലുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ, ഇപ്പോൾ തെറ്റ് പൊറുപ്പിക്കുന്ന അമലുകൾ നമ്മൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് ദുനിയാവിൽ നിന്നുള്ള ശിക്ഷയും ആഖിറത്തിൽ നിന്നുള്ള ശിക്ഷയും ഒക്കെ അല്ലാഹു വിട്ടുതരും. അങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. രണ്ടാമതായിട്ട് ഒരു ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ആ ആരിഫിൻ്റെ ജീവിതത്തിലും അവനെ അള്ളാഹുവിൽ നിന്ന് മറയിടുന്നത്, അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നതിൽ നിന്ന് തടയുന്നത് അതും ഈ തെറ്റുകളുടെ കറകളാണ്. നമ്മുടെ കണ്ണാടിക്ക് മുകളിൽ പതിയുന്ന കറകൾ പോലെ ആ കറ പതിഞ്ഞാൽ നമുക്ക് പിന്നെ അതിലൂടെ കാണാൻ സാധിക്കില്ലല്ലോ. അതുപോലെ ഹൃദയത്തിൻ്റെ കണ്ണാടിയിൽ പിന്നെ ഈ തെറ്റുകൾ കാരണം കറകൾ പിടിക്കും. പിന്നെ നമുക്കതിലൂടെ തെളിഞ്ഞ ചിത്രം കാണാൻ സാധിക്കില്ല. ഒരാരിഫിന് പിന്നെ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്നത് പ്രയാസമാവും. പിന്നെ അവൻ അനുഭവിച്ചത് സ്വപ്നം പോലെ ആയിത്തീരും. അപ്പോഴും തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ അത് ആ തെറ്റ് മായ്ച്ചു കളയുകയും പഴയതിനേക്കാളും ക്ലിയറാക്കി ആ ഒരു കണ്ണാടിയെ മാറ്റുകയും ചെയ്യും. ഇനിയൊരു ആത്മീയമായ യാത്ര ചെയ്യുന്ന ഒരു മുരീദാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ ആരാധിക്കുന്ന അള്ളാഹു അല്ലാത്ത മൂർത്തികളിൽ, അവൻ ആരാധിക്കുന്ന അള്ളാഹു അല്ലാത്ത ബിംബങ്ങളിൽ ഏറ്റവും വലിയ ബിംബം തെറ്റുകളാകുന്ന ബിംബങ്ങൾ തന്നെയാണ്. അവിടെ അള്ളാഹു അല്ലാത്ത ഒന്നിനെ കാണുന്നുണ്ടെന്ന് മാത്രമല്ല, അത് ഏറ്റവും വലിയ രൂപത്തിൽ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ, അള്ളാഹു അല്ലാത്ത ആഗ്രഹങ്ങളെ പിന്നാലെ പോയത് കൊണ്ടാണ് അവൻ തെറ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ അത് അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മറയായിത്തീരും. അപ്പോൾ അവനും അള്ളാഹുലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ
ആ മറകൾ നീക്കേണ്ടത്, ആ ബിംബങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അവനും ഈ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അത് ചെയ്യുന്ന സമയത്ത് അവൻ്റെ അവൻ്റെ മുമ്പിലുള്ള ഈ മറകൾ നീങ്ങിപ്പോവുകയും അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ വർദ്ധിപ്പിക്കണം. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സലാത്തുൽ ഫാത്തിഹ്. സലാത്തുൽ ഫാത്തിഹ് നമ്മൾ 1500 സലാത്തുൽ ഫാത്തിഹ് ചെല്ലുന്നുണ്ടെങ്കിൽ, നല്ല രൂപത്തിലാണ് ചെല്ലുന്നതെങ്കിൽ, നല്ല നിയ്യത്തോടു കൂടിയാണ് ചൊല്ലുന്നതെങ്കിൽ അത് മതി നമുക്ക് ആത്മീയമായ യാത്ര നടത്താൻ, അള്ളാഹുവിൽ എത്തിച്ചേരാനും അള്ളാഹുവിലൂടെ യാത്ര ചെയ്യാനൊക്കെ. നമ്മൾ എത്ര തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചർച്ചയിലേക്കൊക്കെ ലിമാഹിൽ നിന്നൊക്കെയുള്ള ഉദ്ധരണി വെച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. വദും അലൽ മുഖഫറാത്തി ദംബി ആഖാദുഹ സലാത്തു ഹാദൽ ഖുതുബി മിൻഹ അൽ മുസബ്ബആത്ത് സുബ്ഹൻ വ മസാ ഹികായത്തുൽ ആദാനി ഐദൻ ദഅതിസ അൻവാഉ അദ്കാരിൻ അതത് ഫിൽ മദ്ഹബി സലാത്തുന അലർ റഫീഇൽ മൻസിബി സലാത്തു തസ്ബീഹി വ തസ്ബീഹുൻ കദാ തദബ്ബറുൽ ഖുർആനി റാഇൽ മാഖദ. ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ പറയാണ്, വദും നിങ്ങൾ പതിവാക്കണം അല മുഖഫറാത്തി ദുനൂബ്. അത് നമ്മൾ എപ്പോഴെങ്കിലും ചെയ്താൽ മാത്രം പോരാ, പതിവായി നമുക്ക് നമ്മളെ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളിൽ ഏതെങ്കിലും 1-2 നമ്മൾ പതിവായി കൊണ്ടെടുക്കുന്നത് ഉണ്ടാവൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ദും പതിവായി നിങ്ങൾ ചെയ്യണം. അല മുഖഫറാത്തി ദംബ്, തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ. ആഖാദുഹ, അതിലേറ്റവും ശക്തമായതും പ്രധാനപ്പെട്ടതും എന്താണ്? സലാത്തു ഹാദൽ ഖുതുബി, ഈ കുത്തുബിൻ്റെ സലാത്താണ്. ഈ കുത്തുബിൻ്റെ സലാത്ത് പറഞ്ഞാൽ സയ്യിദുനാ ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സലാത്താണ്. അപ്പോൾ ഈ സ്വലാത്ത് സയ്യിദുനാ ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മുമ്പും ആളുകൾ ചൊല്ലിയിട്ടില്ലേ? ഉണ്ട്. പക്ഷേ അത് അവർക്ക് അവരുടെ സലാത്തായി നൽകപ്പെട്ടതല്ല. ഇതിൻ്റെ യഥാർത്ഥ ഉടമ സയ്യിദുനാ ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അവർക്ക് അതിൻ്റെ മഹത്വത്തിൽ നിന്ന് ചെറിയ ഓഹരി കൊടുക്കുകയും ഇതിൻ്റെ ഉടമ പിന്നീട് വരാനിരിക്കുന്ന ആളാണെന്ന് പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സലാത്തുൽ ഫാത്തിഹ് സയ്യിദുനാ ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടേത് മാത്രമാണ്. മാത്രമല്ല മഹാനവകൾ പറയുകയും ചെയ്തു സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ശേഷം അതിൻ്റെ ഇജാസത്ത് കടന്നു പോകുന്ന അതിൻ്റെ കൊടുക്കാനുള്ള അർഹത സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മാത്രമാണെന്ന്. അപ്പോൾ വദും അലൽ മുഖഫറാത്തി ദംബി, തെറ്റുകൾ പൊറപ്പിക്കുന്ന, അത് മായ്ച്ചു കളയുന്ന അമലുകൾ നിങ്ങൾ സ്ഥിരമായി കൊണ്ടെടുക്കണം. അക്കാദുഹ, അതിൽ ഏറ്റവും ശക്തമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അത് സലാത്തു ഹാദൽ ഖുതുബി, സയ്യിദുനാ ഷെയ്ഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെ സലാത്താണ്. മിൻഹ, അതുപോലെ തന്നെ സലാത്തുൽ ഫാത്തിഹിന് പുറമെ തെറ്റുകൾ മായ്ച്ചു കളയുന്ന അമലുകളിൽ പെട്ടതാണ് അൽ മുസബ്ബആത്ത്. മുസബ്ബആത്ത് അൽ അഷർ എന്ന് പറഞ്ഞ ഔറാദ്, 7 എണ്ണം വീതം ചെല്ലുന്ന 10 സെറ്റുകളുള്ള മുസബ്ബആത്ത് അൽ അഷർ എന്ന് പറഞ്ഞ ഔറാദ് അതിൽ പെട്ടതാണ്. അത് ചൊല്ലേണ്ട എപ്പോഴാണ്? സുബ്ഹൻ വ മസാ, രാവിലെയും വൈകുന്നേരവും. സുബ്ഹൻ എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. വ മസാ, വൈകുന്നേരം എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പും. മുസബ്ബാത്തുൽ അഷർ അങ്ങനെ നമ്മൾ കൊണ്ടെടുക്കണം. അത് കുറഞ്ഞ സമയം എടുക്കുള്ളൂ. നമ്മൾ സ്പീഡൊക്കെ ആയാൽ 5 മിനിറ്റ് പോലും എടുക്കില്ല ഒന്ന്. അപ്പോൾ നമ്മൾ അത് കൊണ്ടെടുക്കുന്നത് അതിൽ കാരണം മുസബ്ബാത്തുൽ അഷർ ചൊല്ലുന്നതിൻ്റെ അതിൻ്റെ മഹത്വം എത്ര എന്ന് പറഞ്ഞാൽ അത് കൊണ്ട് നടക്കുന്നവന് ഒരു തിന്മയും അവൻ്റെ എഴുതൂലെന്ന്. അവൻ്റെ എഴുത്തിൽ രേഖയിൽ നോക്കിയ തിന്മ ഉണ്ടാവില്ല. സ്ഥിരമായി രാവിലെ വൈകുന്നേരം കൊണ്ടെടുക്കുന്നവരാണെങ്കിൽ എപ്പോഴെങ്കിലും ചൊല്ലിയാൽ പോരാ, നമ്മളൊക്കെ അതിൽ വീഴ്ചകൾ വരുത്തുന്നവരായിരിക്കും. സുബ്ഹിൻ്റെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് ചെല്ലണം, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പും ചെല്ലണം. ഇനി അഥവാ അത് ചൊല്ലാൻ വിട്ടുപോയാൽ കഥാ വീട്ടുന്ന പോലെ ചൊല്ലാം. നമ്മളെ ത്വരീഖത്തിൻ്റെ മശായിഹന്മാരിൽ ചിലർ അത് കഥാ വീട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ അറബി മുശാഹിദങ്ങളൊക്കെ കഥാ വീട്ടുകയും
പ്രത്യേകിച്ച് മുൻകൂട്ടി ചൊല്ലുകയും ചെയ്യാമെന്ന് പറഞ്ഞവരാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. അതായത് നമുക്ക് തഹജ്ജുദിൻ്റെ സമയത്ത് വേണമെങ്കിൽ ചെല്ലാം രാവിലത്തത്. അപ്പോൾ അത് വളരെ സബാത്തുൽ അശ്ർ എന്ന് പറഞ്ഞാൽ അത് ചൊല്ലുന്നവർക്കറിയാം അതിൻ്റെ ഒരു മഹത്വം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അത്രയും സ്ട്രോങ് ആയ ഒരു ഔറാദാണ്. അതുകൊണ്ട് തന്നെ ആരിഫീങ്ങൾ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി ആരിഫീങ്ങൾ ഒരിക്കലും ഇത് ഒഴിവാക്കാറില്ല എന്നാണ്. അത് തിജാനികളെന്നല്ല, തിജാനികൾക്ക് മുമ്പും അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് സബാത്തുൽ അശ്ർ. കുറഞ്ഞതേ ചെയ്യാനുള്ളൂ, നമുക്ക് എളുപ്പം കൊണ്ടെടുക്കാൻ പറ്റും. അപ്പം അത് രാവിലെയും വൈകുന്നേരം ചൊല്ലുക, അത് സ്ഥിരമായി കൊണ്ടെടുക്കുക. ഏതെങ്കിലും കുറച്ച് ദിവസം ചൊല്ലിയില്ല അങ്ങനെയല്ല, സ്ഥിരമായി നമ്മൾ കൊണ്ടെടുക്കുക. സുബ്ഹാൻ വ മസാൻ. അപ്പം അഥവാ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയാൽ കലാവൊക്കെ വിട്ടുന്ന രൂപത്തിലൊക്കെ ആക്കി കൊണ്ടെടുക്കാം. ഹിക്കായത്തുൽ അദാൻ, അതുപോലെ തന്നെ ഈ ബാങ്കിന് ഉത്തരം നൽകുന്നതും അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക. അങ്ങനെ ബാങ്കിന് ഉത്തരം നൽകുന്നതും തെറ്റുകൾ പൊറുപ്പിക്കുന്ന നമ്മൾ അതും ചെയ്യാൻ ഭയങ്കര സുഖമാണ്. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നതാണ്. നമ്മൾ വീട്ടിലൊക്കെ ചിലപ്പം ഒരുപാട് ബാങ്കുകൾ ഇവിടുന്ന് കേൾക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒന്നിനും മറുപടി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി, നമുക്ക് ചോയ്സ് ഉണ്ട്. ഒരു ബാങ്കൊക്കെ കേൾക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് വീടൊക്കെ വെക്കാൻ ചോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കൊക്കെ കേൾക്കാൻ പറ്റുന്ന സ്ഥലത്ത് വീട് വെക്കണം നല്ലത്. കാരണം നമുക്ക് വെറുതെ കിട്ടണ ഒരു പ്രതിഫലമാണിത്. 5 വക്ത് നിസ്കാരത്തിൻ്റെ സമയത്ത് നമ്മുടെ തെറ്റുകളൊക്കെ പൊറുപ്പിക്കപ്പെടും. നമ്മൾ വെറുതെ എന്ത് ചെയ്താൽ മതി, ബാങ്ക് കൊടുക്കുമ്പോൾ അതിന് ഉത്തരം നൽകിയാൽ മാത്രം മതി. 5 വക്ത് നിസ്കാരവും ഒരു ദിവസത്തിൽ 5 വക്ത് സമയത്തും നമ്മളിങ്ങനെ നമ്മളെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ദൂരെ ആവുന്നതിന് പകരം ഭയങ്കര അടുത്താവണമെന്നല്ല, നമ്മൾ ബാങ്ക് കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ വീടൊക്കെ ആവുന്നത് വളരെ നല്ലതാണ്. ഐദൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൗലിനെ പിന്തുടർന്നുകൊണ്ട് ഹദീസുകളിൽ ഈ വിഷയങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് മാത്രമല്ല ഈ അദാനിനെ ബാങ്കിനെ ഏറ്റുപറയാന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കിൻ്റെ അതേ വാചകങ്ങൾ ഏറ്റുപറയൽ മാത്രമല്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മളും പറയാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യം വറസൂല എന്ന് പറയൽ ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പറയലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ നമ്മൾ ചർച്ച വരുന്നുണ്ട്. അത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണോ എന്നുള്ളത്. അത് വളരെ നമ്മൾ തെറ്റുകളൊക്കെ പൊറുപ്പിക്കുന്നതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി അത് ചൊല്ലേണ്ടത് എപ്പോഴാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലി കഴിഞ്ഞതിന് ശേഷമാണോ അതോ ബാങ്ക് കൊടുത്തതിന് മൊത്തം ശേഷമാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ബാങ്ക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കഴിഞ്ഞിട്ടാണ്. മാലിക്കി മദ്ഹബ് അനുസരിച്ച് അത് 2 അഭിപ്രായമുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കഴിഞ്ഞിട്ടാണെന്നും മൊത്തം ബാങ്ക് കഴിഞ്ഞിട്ടാണെന്നും അഭിപ്രായം പറയുന്നവരുണ്ട്. നമുക്ക് ഈ 2 അഭിപ്രായങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കഴിഞ്ഞ ഉടനെ തന്നെ അത് ചൊല്ലാം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ എന്താ ചൊല്ലേണ്ടതെന്നുള്ള വാചകമൊക്കെ വരുന്നുണ്ട്. അതും നമുക്ക് എളുപ്പം നേടിയെടുക്കാവുന്ന തെറ്റ് പൊറുപ്പിക്കുന്ന അമലുകളിൽ പെട്ടതാണ്. നമ്മളെ കാരണം എന്തായാലും നമ്മൾ ബാങ്ക് കേൾക്കും, ബാങ്ക് തൊട്ട് പിന്നാലെ നമുക്ക് അറിയുന്ന വാചകങ്ങളുമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് റദീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദ് റസൂലുള്ളാഹ് ഒക്കെ ചൊല്ലാൻ നമുക്ക് എളുപ്പമുള്ള കാര്യമാണല്ലോ, നമുക്ക് അറിയാവുന്ന വാചകങ്ങളല്ലേ. അൻവാഉൽ അദ്കാരി അത്തത് ഫീ മദ്ഹബി, അതുപോലെ തന്നെ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളിൽ ഒരുപാടെണ്ണം നമ്മളെ ഈ ഒരു ത്വരീക്കത്തിൽ, മദ്ഹബ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ സരണിയിൽ, ഈ ഒരു പാതയെ ത്വരീക്കത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് അമലുകൾ ഇതിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അഹ്മദ് ജാൻ തങ്ങൾ ചൊല്ലിയതായിട്ടും പറഞ്ഞതായിട്ടും നമുക്ക് കാണുന്ന ഒരുപാട് ഔറാദുകൾ കാണാം. ഇസ്ബുൽ ബഹർ പോലെ, ഇസ്ബുൽ സൈഫി പോലെ,
അങ്ങനെ ഒരുപാട് ഔറാദുകൾ ഇതിലുണ്ട്. പിന്നെ ഒരുപാട് ദ്വാകളുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ചർച്ചയിലൊക്കെ വരുന്നുണ്ട്. സിമ്പിളായി ചെല്ലാൻ പറ്റുന്ന ദ്വാകൾ. ഇപ്പോൾ നമ്മൾ ഇസ്മു സൈഫിയൊക്കെ ചെല്ലാനാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കുമല്ലോ. എന്നാൽ അത്രയൊന്നും സമയം ആവശ്യമില്ലാത്ത കുറഞ്ഞ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന ഔറാദുകൾ കുറേ ഉണ്ട്. അതൊക്കെ നമ്മൾ സ്ഥിരമായി കൊണ്ടെടുക്കണം. പിന്നെ അതിൽ തന്നെ സലാത്തുന അല റഫീൽ മൻസബി, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സലാത്താണ് അല റഫീൽ മൻസബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിനുടമയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലുള്ള സലാത്ത്. ഒരുപാട് സലാത്തുകളും അതുകൊണ്ട് തന്നെ ഉണ്ട്. സലാത്തുൽ ഫാത്തീന് പുറമെ സലാത്തുൽ ഗൈബിയ്യ ഉണ്ട്, യാഖൂത്തത്തുൽ ഹഖായിഖ് ഉണ്ട്. ഒരുപാട് സലാത്തുകളും അതുകൊണ്ട് ഈ ഒരു പരിധിയിൽ വരുന്ന സലാത്തുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ത്വരീഖത്തിലുള്ളതാണ്. പിന്നെ സലാത്തു തസ്ബീഹ്, പിന്നെ നമ്മളെ ത്വരീഖത്തിലല്ല ദീൻ തന്നെ പൊതുവിൽ പറയുന്നതാണ്. പക്ഷെ നമ്മളെ ത്വരീഖത്തിൽ അത് വളരെ ഊന്നൽ നൽകപ്പെട്ട ഒന്നാണ് സലാത്തു തസ്ബീഹ് നിസ്കാരം. ഇത് ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ പിന്നെ കത്തുകളിൽ അവിടുത്തെ പിന്നെ കശ്ഫുൽ ബാസിലാന്ന് തോന്നുന്നു അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ഇതിലെന്താ പറയുക, റായിസിൻ്റെ ചർച്ചയിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. അത് തസ്ബീഹ് നിസ്കാരം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തെറ്റുകൾ പൊറുപ്പിക്കാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് അതാണെന്നും, പറ്റുമെങ്കിൽ ദിവസവും തസ്ബീഹ് നിസ്കരിക്കണമെങ്കിലും ആണെന്നും, ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിസ്കരിക്കണം, അത് സുന്നത്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തസ്ബീഹ് നിസ്കാരം അതിൽപ്പെട്ട ഒന്നാണ്. തസ്ബീഹുൻ കഥ അതുപോലെ തസ്ബീഹ് ചൊല്ലലും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് തസ്ബീഹ് ചൊല്ലലും. അപ്പോൾ നമ്മളത് നിസ്കാരത്തിന് ശേഷം തസ്ബീഹ് ചൊല്ലുന്നത് നല്ലതാണ്. സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു ശരീക ലഹു മുൽക്കു വലഹു ഹംദു വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത് ഒരു പ്രാവശ്യം. ഇത് ചൊല്ലാന്ന് പറയുന്നത് റായിലൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമ്മൾ തെറ്റുകൾ പൊറുപ്പിക്കുന്നതാണ്. എല്ലാ വക്ത നിസ്കാരത്തിനും ശേഷം അത് ചെല്ലുന്നത് വളരെ ഹൈറാണ്. അപ്പം അതും നമുക്ക് സിമ്പിളായി ചെയ്യാവുന്നതാണ്. 1 മിനിറ്റ് പോലും സമയം എടുക്കൂല. അപ്പം അതൊക്കെ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ പെട്ടതാണ്. തദബ്ബറുൽ ഖുർആൻ, അതുപോലെ ഖുർആൻ ചിന്തിച്ച് പാരായണം ചെയ്യലും, അർത്ഥം മനസ്സിലാക്കി ചിന്തിച്ച് പാരായണം ചെയ്യലും. അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് തന്നിട്ടുണ്ട്. നമ്മൾ തഫ്സീറിൻ്റെ ഒക്കെ ദർശനം നടത്തുന്നതോടുകൂടി സാധാരണ ബാഹ്യമായ അർത്ഥത്തിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ആത്മീയമായ മായനകളും ഒക്കെ ചിന്തിച്ച് മനസ്സിലാക്കാൻ നമുക്കൊരു തൗഫീക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തി തരട്ടെ. അത് നമ്മൾ ആ രൂപത്തിൽ നമ്മളത് ഉൾക്കൊള്ളുകയും പഠിക്കുകയും പഠിച്ചതനുസരിച്ച് നമ്മളത് ഓതുകയും ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതിനൊരു പഠനം ആവശ്യമാണല്ലോ. ഇത് അർത്ഥം ചിന്തിച്ചാലല്ലേ, അർത്ഥം അറിയുകയും അത് പഠിക്കുകയും ചെയ്യുമ്പോഴല്ലേ നമ്മൾ അർത്ഥം നോക്കി ചിന്തിച്ച ഓതുള്ളൂ. അല്ലാതെ വെറുതെ അത് നമ്മൾ ഹൃദയത്തിലേക്ക് വരില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പഠനം അവിടെയും അത്യാവശ്യമാണ്. റാഇൽ മാഹദ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുരുക്കി ശൈഖുകൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രമാണങ്ങളെ, ഓരോന്നും പറഞ്ഞ പ്രമാണങ്ങളെ നമ്മൾ അവലംബിക്കുകയും അത് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. എങ്ങനെ അതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് മേലർബെന്നുള്ള വിശദീകരണമാണ്. വധും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇസ്തമിർ അയ്യുഹൽ മുരീദെ, നിങ്ങൾ എന്ത് ചെയ്യണം, സ്ഥിരമായി കൊണ്ടെടുക്കണം. അലൽ അദ്കാരിൽ ആലിയ അല്ലത്തി തുകഫിറു ദംബ, നിങ്ങളുടെ തെറ്റുകളെ പൊറുപ്പിക്കുന്ന ഏറ്റവും ഉന്നതമായ ഔറാദുകൾ കൊണ്ടെടുക്കുന്നതിൽ നിങ്ങൾ സ്ഥിരത കൈക്കൊള്ളണം. സവാഉൻ കാന സഈറൻ ഔ കബീറൻ, നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും പുറത്തിരുന്ന ബിഫദ്ലില്ല, അള്ളാഹിൻ്റെ ഫദ്ൽ കൊണ്ട് നിങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും പുറത്തു കിട്ടുന്ന അമലുകൾ ചെയ്യുന്നതിന് നിങ്ങൾ സ്ഥിരത കൈക്കൊള്ളണം. വാഖാദുഹ, അതിലേറ്റവും ശക്തമായത്, ഏറ്റവും ഊന്നൽ നൽകപ്പെടുന്നത്, അതിൻ്റെ ഉദ്ദേശിക്കുന്നതായി അദ്കാരി വഅദമുഹ, അതിലേറ്റവും അദ്കാറുകൾ വെച്ച് ഏറ്റവും ആദമായിട്ടുള്ളത്, ഉന്നതമായിട്ടുള്ളത്, തക്ഫീറൻ ലിദുനൂബ്, തെറ്റുകൾ പൊറുപ്പിക്കുന്നതിൽ നിന്ന് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് സലാത്തു ഹാദൽ കുതുബ്, ഈ കുതുബിൻ്റെ സലാത്താണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ,
അൽ കുതുബുൽ മഖ്തൂം വ ഖാതിമുൽ മുഹമ്മദിൽ മഅലൂം. കുതുബുൽ മഖ്തൂമായ ഖാതിമുൽ മുഹമ്മദിയ ആയിട്ടുള്ള സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ സലാത്താണ്. വഹിയ യാഖൂതത്തുൽ ഫരീദ, അത് യാഖൂതത്തുൽ ഫരീദയാണ്. അത് ഏത് സലാത്താണ്? യാഖൂത്തുൽ ഫരീദ എന്ന് പറഞ്ഞാൽ ശരിക്ക് സലാത്തുൽ ഫാത്തിഹിൻ്റെ മറ്റൊരു പേരാണ്. അപ്പം അത് സലാത്തുൽ ഫാത്തിയാണ് ഉദ്ദേശിക്കുന്നത്. കമാ ദുക്കിറ ഫദ്ലുഹ അവ്വലൻ, ഈ സലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ വീണ്ടും പറയുന്നില്ല. വമിൻഹ, അതിൽ പെട്ടതാണ് ഐ അദ്കാർ അല്ലദീ തുകഫിറു ദുനൂബ്, പിന്നെ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളിൽ പെട്ടതാണ് അൽ മുസബ്ബആത്ത്. അൽ മുസബ്ബആത്ത്, പിന്നെ മുസബ്ബആത്ത് അൽ അഷർ, 10 വീതമുള്ള ഔറാദുകൾ. വഹിയ ലിശുഹുറതിഹാ വബറകതിഹാ ലം യഖലു ആരിഫുൻ മിൻഹാ. ഈ മുസബ്ബആത്തുൽ അഷറിൻ്റെ മഹത്വം കൊണ്ടും അതിൻ്റെ ബറക്കത്ത് കൊണ്ടും ഒരു ആരിഫും അത് ഒഴിവാക്കിയിട്ടില്ല. അത്രയും മഹത്വമുള്ള ഒന്നാണത് മുസബ്ബആത്തുൽ അഷർ. വതകൂനും, അത് നമ്മൾ ചെയ്യേണ്ട എന്താ? സ്വബാഹൻ ഖബ്ല തുലൂ ശംസ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പാണ് നമ്മളത് ചൊല്ലേണ്ടത്. വമസാ, അതുപോലെ തന്നെ വൈകുന്നേരവും. ഐ ഖബ്ല ഉറൂബിഹ, സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പും. വദാലിക ഔല, എന്നാൽ ഇതാണ് ഏറ്റവും അനുയോജ്യമായ രൂപം. ഇല്ലാ ഫവാസിയോ, ഞാൻ ഇപ്പോൾ പറ്റൂലെങ്കിൽ നിങ്ങൾ ഏത് സമയത്ത് ചൊല്ലിക്കോളി, അത് തെറ്റൊന്നായിട്ടല്ല. ഈ ഒരു മഹത്വത്തിൽ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രൂപത്തിലൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഏത് സമയത്തും ചെല്ലാം. ഹിക്കായത്തു, അവിടെ ഹിക്കായത്ത് ഏറ്റുപറയാന്നുണ്ട് ഉദ്ദേശിക്കുന്ന മുതാബഅത്തുൽ അദാൻ, അദാനെ ബാങ്കിനെ പിന്തുടർന്ന് പറയലാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിൻ ബിദായത്തി ഇലാ നിഹായ, ബാങ്കിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഏറ്റുപറയാനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അങ്ങനെ പറഞ്ഞ് ഏറ്റുപറയലുണ്ട്. ഹയ്യ അല സ്വലാക്ക്, അതിന് പറ്റുന്ന ഓരോന്നിനും അതിൻ്റെ ദിക്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പറയലാണ്. ഇത് മഹാനവറുകളുടെ വ്യാഖ്യാനം ഉണ്ടോ? ഇത് മാത്രമല്ല, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെയാണെന്ന് വേറെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണാം. വഹുവലിയ لإعلام دخول الوقت الصلاة المفروضة بألفاظ المشروعة. ഈ അദാൻ, ബാങ്ക് എന്ന് പറയുന്നത് ഫർളായ നിസ്കാരത്തിന് അറിയിക്കാൻ ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യുക? ജവാബ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ തെറ്റുകളൊക്കെ പൊറുപ്പിക്കുന്ന അമലാണ്. സിമ്പിളായി നമുക്ക് ചെയ്യാവുന്നതാണ്. ഐലൻ അതോടൊപ്പം നമുക്ക് ഉള്ളതാണ് മിന മുക്കഫിറാത്ത് ജുനൂബ്, മുക്കഫിറാത്ത് ദുനൂബ്, തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളിൽ പെട്ടതാണ്. ബിഫദിൽ അജീസുൽ അഫാർ, അജീസും അഫാറുമായ അള്ളാഹുവിൻ്റെ ഫദില് കൊണ്ട്. പിന്നെ ഇതൊക്കെ അതിൽ പെട്ടതാണ്. ദഅത്തിസ എന്ന് പറഞ്ഞാൽ ഇൻ ഫഅലത ദാലിക ഫഖദ് ഇക്തഫൈത അസറ മൻ ഖബ്ലക്, നിങ്ങൾ ഈ രൂപത്തിലൊക്കെ ചെയ്താൽ നിങ്ങൾ മുൻകഴിഞ്ഞ ആളുകളെ പിന്തുടരുന്നവരാണ്. ലിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ബാങ്കിനെ കുറിച്ച്. ഇദാ സമയത്തുൽ മുഅദ്ദിന, നിങ്ങൾ മുഅദ്ദിനെ ബാങ്ക് കൊടുക്കുന്ന ആളെ കേട്ടാൽ, ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ, ഫഖൂലു മിസ്ല മാ യഖൂലു, നിങ്ങൾ അദ്ദേഹം പറയുന്ന പോലെ നിങ്ങളും പറയും. വഫീഹി ഐളൻ, അതുപോലെ തന്നെ ഹദീസിൽ പിന്നെയും വന്നിട്ടുണ്ട്, മൻ സമിഅ അൽ മുഅദ്ദിന, ആരെങ്കിലും ഒരു മുഅദ്ദിനെ ബാങ്ക് കൊടുക്കുന്ന ആളെ കേട്ടാൽ, ഫഖാല മിസ്ല മാ യഖൂൽ, അദ്ദേഹം പറയുന്നത് പോലെ നിങ്ങളും പറയും, ഫലഹു മിസ്ല അജ്രിഹി, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോലെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. ഈ ഹദീസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മറ്റൊരു വ്യാഖ്യാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് വേറെ കാര്യങ്ങൾ പറയലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റ് തെറ്റുകൾ പൊറുപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ ഹദീസിൽ വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട. അപ്പോൾ അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മറ്റൊരു വ്യാഖ്യാനത്തിൽ കാണാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് വരാം. സുമ്മ ഖാല റളിയല്ലാഹു അൻഹു, പിന്നെ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അൻവാഉൻ ഐ ഔജുഹുൻ കസീറത്തുൻ മിനൽ അദ്കാർ, ഈ ഒരു കാര്യത്തിൽ, അതായത് തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ ഒരുപാടുണ്ട്. വൗദിയത്തിൻ അതത്, ഒരുപാട് ദുആകൾ അതുകൊണ്ട് വന്നിട്ടുണ്ട്. വറദത്ത് അലാ ലിസാനി ഷെയ്ഖിന വ ഖുദ്വത്തിന ഖുതുബുൽ മഖ്തൂം ഖാതിമുൽ മുഹമ്മദിയ്യ അൽ മഅലൂം
ഷെയ്ഖിന അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ നാവിലൂടെ അങ്ങനെ ഒരുപാട് ഔറാദുകൾ വന്നിട്ടുണ്ട്. സ്വബാഹൻ വ മസാൻ, രാവിലെയും വൈകുന്നേരം ചൊല്ലുന്ന ഒരുപാടെണ്ണുണ്ട്. ഒമിൻ അദ്കാരി, ആ ഔറാദുകൾ പെട്ടതാണ്, ചെറിയ സിമ്പിളായി ചൊല്ലാൻ പറ്റുന്നതാണ്. അല്ലാഹുമ്മ മഅ്ഫിറതുക ഔസഉ മിൻ ദുനൂബി, അള്ളാഹുവെ നിൻ്റെ മഅ്ഫിറത്ത് ഔസഉ മിൻ ദുനൂബി, എൻ്റെ തെറ്റുകളെക്കാൾ വിശാലമായതാണ്. അപ്പം ഞാൻ എത്ര കൂടുതൽ തെറ്റ് ചെയ്താലും, രാവും പകലും മുഴുവൻ ഞാൻ തെറ്റിൽ മുഴുകിയാലും നിൻ്റെ മഅ്ഫിറത്ത് അതിനേക്കാൾ വിശാലമാണല്ലോ, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണം എന്ന് പറയാം. അല്ലാഹുമ്മ മഅ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇന്ദി മിൻ അമലി. വറഹ്മതുക, റബ്ബേ നിൻ്റെ റഹ്മത്തുണ്ടല്ലോ, നിൻ്റെ കാരുണ്യം, അർജാ ഇന്ദി, അതാണ് ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്, മിൻ അമലി, എൻ്റെ അമലിൻ്റെ അപ്പുറത്ത്. ഞാൻ എൻ്റെ അമലിൻ്റെ മുകളിലൊന്നും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നില്ല, ഒന്നും കൊള്ളിയില്ല. നീ കൊള്ളുകയാണെങ്കിൽ തന്നെ അതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുമില്ല. കാരണം എൻ്റെ പ്രതീക്ഷ റഹ്മത്തുക, നിൻ്റെ കാരുണ്യത്തിലാണ് എന്ന് ദുആ ചെയ്യരുത്. വളരെ സിമ്പിളായൊരു ദുആണ്. അല്ലാഹുമ്മ, മൺപാടാക്കാൻ എളുപ്പമാണ്. നമ്മളെ നിസ്കാരത്തിന് ശേഷമൊക്കെ ഉള്ള ദുആകളിൽ നമുക്കത് ഉൾപ്പെടുത്താം. അല്ലാഹുമ്മ മഅ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇന്ദി മിൻ അമലി. ഈ ദുആ ചൊല്ലിയാൽ നമ്മൾ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്തു തരുന്ന സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു തങ്ങളുടെ ഒരു പഠിപ്പിച്ച ദുആകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ മിൻഹ, ആ ദുആകളിൽ പെട്ടതാണ് അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക ലിമാ തുബ്തു ഇലൈക മിൻഹു സുമ്മ ഉത്തു ഫീഹി. അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക, അല്ലാഹുവേ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. ലിമാ തുബ്തു ഇലൈക മിൻഹു സുമ്മ ഉത്തു ഫീഹി. ഏത് അമലിന്, ഏത് വിഷയത്തിലാണെന്നറിയോ? ഞാൻ മുമ്പ് തൗബ ചെയ്തിട്ട് പിന്നെയും അതിലേക്ക് തന്നെ മടങ്ങിയ ആ വിഷയത്തിൽ സയ്യിദുനാ ഹിദ്ർ റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറാണെന്ന് സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇത് ചൊല്ലാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക മിൻ കുല്ലി ദംബിൻ തുബ്തു ഇലൈക മിൻഹു സുമ്മ ഉത്തു ഫീഹി. അതായത് ഞാൻ കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നിന്നോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പിന്നെയും നിന്നോട് പാപമോചനം തേടുകയാണ്. ആ തൗബ ചെയ്ത് മടങ്ങിയതിൽ നിന്ന് വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ പോയിന്. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് ആണ് തൗബ ചെയ്തിരുന്നത്, പക്ഷെ വീണ്ടും ഞാനത് ചെയ്തു പോയി. അല്ലാഹു നീ എനിക്കത് പുറത്തു തരണേ. വസ്തഗ്ഫിറുക മിൻ കുല്ലി മാ വഅദ്തുക ബിഹി മിൻ നഫ്സി സുമ്മ ലം ഊഫി ലക ബിഹി. പിന്നെ ഞാൻ കുറേ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, ഞാനത് ചെയ്യും ഇത് ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അതൊന്നും ഞാൻ പാലിച്ചിട്ടില്ല. അങ്ങനത്തെ വാഗ്ദാനങ്ങളുടെ വിഷയത്തിൽ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയാണ്. വസ്തഗ്ഫിറുക മിൻ കുല്ലി അമലിൻ അറത്തു ബി വജ്ഹക ഫഹാലതനി ഫീഹി ഐറക. ഞാൻ പിന്നെ നിന്റെ വജ്ഹിന് വേണ്ടി ഉദ്ദേശിച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലൊക്കെ നിന്റെ വജ്ഹല്ലാത്ത വേറെന്തൊക്കെയോ കാര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിലും ഞാൻ നിന്നോട് തൗബ ചെയ്യാണ്. ഞാൻ നിന്റെ വജ്ഹിന് വേണ്ടി മാത്രം, നിന്നെ കരുതി മാത്രം ഞാനത് ചെയ്യുള്ളൂ എന്ന് കരുതിയിട്ടുണ്ട്, പക്ഷെ അതിലൊക്കെ വേറെന്തൊക്കെയോ സാധനങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ നിന്നോട് പാപമോചനം തേടാണ്. അസ്തഗ്ഫിറുക മിൻ കുല്ലി നിഅമത്തിൻ. അതുപോലെ ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു. മിൻ കുല്ലി നിഅമത്തിൻ, എല്ലാ നിയമത്തിനെ തൊട്ടും. അൻഅംത ബിഹാ അലയ്യ, ഏത് നിയമത്താണത്? അത് നീ എനിക്ക് അനുഗ്രഹമായി തന്നു. ഫസ്തഅനതു ബിഹാ അലാ മഅസിയതിക്. പക്ഷെ ആ നിയമത്ത് ഞാൻ ഉപയോഗിച്ചത് നിന്നെ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു, അത് നിന്റെ ഭാഗത്തു നിന്നുള്ള നിയമത്തെ അനുഗ്രഹങ്ങളാണ്. പക്ഷെ ഞാനത് ഉപയോഗിച്ചത് എന്തിനാ? നിനക്ക് അനുസരണക്കേട് കാണിക്കാൻ വേണ്ടി. അപ്പം അങ്ങനത്തെ ഞാൻ അനുസരണക്കേട് കാണിച്ച നിന്റെ നിയമത്തുകളുടെ വിഷയത്തിൽ ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്. വസ്തഗ്ഫിറുക യാ ആലിമുൽ ഗൈബ് വശഹാദത. അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. എങ്ങനത്തെ നിന്നോടാണ്? ആലിമുൽ ഗൈബ് വശഹാദ, ഒരു ഐബും മറഞ്ഞിട്ടില്ലാത്ത, ഒരു
പിന്നെ ഒരു മറയുമില്ലാത്ത എല്ലാം കാണുന്ന എല്ലാം സാക്ഷ്യം വഹിക്കുന്ന നിന്നോട് ഞാൻ പിന്നെ പാപമോചനം തേടുന്നു. മിൻ കുല്ലി ദംബിൻ അദംതുഹു, എല്ലാ തെറ്റുകളെ തൊട്ടും. മിൻ റിയാഇ നഹാരി വ സവാദിൽ ലൈൽ, പകലിൻ്റെ വെളിച്ചത്തിലും രാത്രിയുടെ ഇരുട്ടിലും ഒക്കെ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളെ തൊട്ടും. ഫീ മലഇൻ ഔ ഹലഇൻ ഔ ഷിറിൻ ഔ അലാനിയത്തിൻ യാ ഹലീം, പിന്നെ രഹസ്യമായും പരസ്യമായും പിന്നെ കൂട്ടത്തിലും എല്ലാതെയും ഒക്കെ ഞാൻ ചെയ്ത തെറ്റുകളെ തൊട്ട് ഞാൻ എന്നോട് പാപബോധം തേടുകയാണ്. യാ ഹലീം, നീ എന്നെ കുറേ സഹിക്കുന്നുണ്ടല്ലോ, സഹനശീലനായ നാഥ എന്ന് അള്ളാഹുവിനോട് പറയാം. ഈ ഒരു ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലുന്നത് നമ്മളെ മുൻകഴിഞ്ഞതും ഈ ശേഷം വരാനിരിക്കുന്നതും ഒക്കെ ആയിട്ട് എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരുന്ന ഒരു ഇസ്തിഗ്ഫാറാണത്. അപ്പം ഇതും സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന ഔറാദാണ്. അല്ലാഹുമ്മ, അതിന് മുമ്പ് പറഞ്ഞ എന്ത് രസമുള്ള ദുആണ്. അല്ലാഹുമ്മ മാഫിറത്തക ഔസഅ മിൻ ദുനൂബി, അല്ലാഹുവേ നിൻ്റെ മാഫിറത്ത് ഔസഅ മിൻ ദുനൂബി, എൻ്റെ തെറ്റുകളെക്കാൾ വിശാലമാണല്ലോ. എത്ര ഞാൻ തെറ്റ് ചെയ്താലും അതിനേക്കാളൊക്കെ വലുതാണല്ലോ നിൻ്റെ മാഫിറത്ത്. വറഹ്മത്തുക അർജാ ഇന്ദി മിൻ അമലി, എൻ്റെ റഹ്മത്ത് അതിലാണല്ലോ എൻ്റെ പ്രതീക്ഷ. എൻ്റെ മിനൽ അമലി, എൻ്റെ അമലിൻ്റെ മോളൊന്നും എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ഞാൻ ചിന്തിക്കും, ഇതൊക്കെ ഈ ഔറാദുകളൊക്കെ ശൈഖ് അവർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് എത്ര ഹതഭാഗ്യരായിരിക്കും നമ്മളിതൊന്നും കൊണ്ടെടുക്കുന്നില്ലെങ്കിൽ. തെറ്റ് ചെയ്യുന്നു ഒക്കെ, എന്നിട്ട് ആ തെറ്റ് പൊറുപ്പിക്കാനുള്ള അമലുകൾ കുറഞ്ഞ വളരെ സിമ്പിളായ കൊണ്ടെടുക്കാൻ പറ്റുന്ന എല്ലാ തെറ്റുകളും പൊറുപ്പിക്കുന്ന അമലുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് ആ കുറഞ്ഞ അമലുകൾ നമ്മൾ കൊണ്ടെടുക്കുന്നില്ലെങ്കിൽ എത്രമാത്രം ഹതഭാഗ്യരായിരിക്കും നമ്മൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അതൊക്കെ സ്ഥിരമായി കൊണ്ടെടുക്കാനും. വഫീ ഫദ്ലിഹി, ഈ ഔറാദുകളുടെ ഒക്കെ ഫദ്ലിൽപ്പെട്ടതാണ്. അന്നമൻ ദക്കറഹു, ആരെങ്കിലും ഇത് ചൊല്ലിയാൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അള്ളാഹു അവർക്ക് പുറത്തെടുക്കും അവർക്ക് മുൻകഴിഞ്ഞതും ശേഷം വരാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും. എന്തൊരു വലിയ മഹത്തുള്ള ഔറാദുകളാണ്. നമ്മളൊക്കെ പേടിക്കുന്നതൊക്കെ അല്ല, അള്ളാഹു നമ്മളങ്ങനെ അള്ളാഹ് പിടികൂടിയുള്ള അവസ്ഥ എന്തായിരിക്കും. നമുക്ക് അള്ളാഹു മശായിഖന്മാരിലൂടെ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളോട് എളുപ്പമാക്കി തന്നാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ പ്രത്യേകിച്ചും ഈ മാസത്തെ നമ്മൾ വളരെ മഹത്വമായി കാണുകയും ഇതിൽ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങളുടെ മദ്ഹുകൾ പാടുകയും അവിടത്തേക്ക് പേരിൽ ഖുർആൻ ഓതുകയും സലാത്തുൽ ഫാത്തിഹ ചൊല്ലി അധികം ചെയ്യുകയും മഹാനവറുകളുടെ മഹത്വത്തെ ഓർക്കുകയും മനസ്സിലാക്കുകയുമാണ്. കാരണം ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മളെ കൊണ്ടല്ലല്ലോ, ശൈഖ് റളിയല്ലാഹു തങ്ങൾ നമുക്ക് തന്നുകൊണ്ടല്ലേ. അല്ലാതെ ഇതൊക്കെ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യില്ല എന്താ കാര്യമുള്ളത്. ശൈഖ് നമുക്ക് തന്നുകൊണ്ടും അതിന് ഇത്രയും പ്രതിഫലം ശൈഖ് നമുക്ക് വാങ്ങിച്ചു തന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ അന്നമൻ ദക്കറഹു ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖറ, ആരെങ്കിലും ഇത് ചൊല്ലിയാൽ അവൻ അള്ളാഹു പുറത്തു കൊടുക്കും. മിൻ ദംബിഹി, അവൻ്റെ തെറ്റുകളിൽ നിന്ന്. മാ തഖദ്ദമ, അവൻ മുൻകഴിഞ്ഞതും. വമാ തഅഖറ, ശേഷം വരാനിരിക്കുന്നു ഒക്കെ അള്ളാഹു പുറത്തരും. അതുപോലെ വമിൻ അദ്ഇയതിഹി, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ നമുക്ക് പഠിപ്പിച്ച ദുആകളിലൊക്കെ പെട്ടതാണ്. ഹിസ്ബു സൈഫി പോലെ, ഹിസ്ബുൽ ബഹർ പോലെ, വയാമൻ അദ്ഹറുൽ ജമീൽ എന്ന ദുആ. യാമൻ അദ്ഹറുൽ ജമീൽ, എന്ത് രസമുള്ള ദുആ ആണത്. ആ ദുആ യാമൻ അദ്ഹറുൽ ജമീൽ നമ്മൾ ദർശനമൊക്കെ ശേഷം ദ്വാരക്കലില്ലേ, ഇതൊക്കെ നമ്മൾ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളാണ്. യാമൻ അദ്ഹറുൽ ജമീലും വളരെ ഷോർട്ടാണ്, കുറച്ചേ ഉള്ളൂ, കൊണ്ടെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അത് ചൊല്ലുകയാണെങ്കിൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് 10 ചൊല്ലുക, സൂര്യൻ അസ്തമിക്കുന്നതിന് ശേഷം 10 ചൊല്ലുക, ഒന്നെങ്കിൽ അങ്ങനെ ചൊല്ലുക, അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് 10 ചൊല്ലുക, അല്ലെങ്കിൽ ഒന്നെങ്കിൽ അങ്ങനെ ചൊല്ലുക, അല്ലെങ്കിൽ എല്ലാ വക്ത നിസ്കാരത്തിന് ശേഷം 4 പ്രാവശ്യം ചൊല്ലുക. മറ്റൊരു ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു തങ്ങൾ അവിടുത്തെ ഒരു കത്തിൽ പറയുന്നുണ്ട്, ഇത് 10 പകരം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് 20 ചൊല്ലുക, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ട് 20 ചൊല്ലുക. അങ്ങനെയാണെങ്കിൽ അവൻ തെറ്റ് അള്ളാഹ് പുറത്തുവരുന്നു മാത്രമല്ല, അവൻ്റെ ഒരു കുറവും അള്ളാഹു വേറൊരു മനുഷ്യനും ദുനിയാവിലും ആഖിറത്തിലും ഒളിവാക്കൂല, ഒരാൾക്കും കാണിച്ചു കൊടുക്കൂല അവൻ്റെ ഒരു കുറവും. അവനൊരിക്കലും അയ്ബാക്കൂല അള്ളാഹു. ഉൻദുർ ജാമിഅൽ
ഔറാദുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളിലൊക്കെ നിങ്ങൾ പരിശോധിക്കാൻ ഫൗനാക്ക തജിദുമാ യഷ്ഫി ഫുആദ്, നിങ്ങളുടെ ഹൃദയത്തിനുമായി ശാന്തി നൽകുന്ന, സമാധാനം നൽകുന്ന ഒരുപാട് ഔറാദുകൾ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണാൻ സാധിക്കും. വകുല്ല ഹാദാ മദ്കൂറു അല്ലദീ വറദ അല ലിസാനി ഷെയ്ഖ്, ഇതെല്ലാം തന്നെ ഈ സയ്യിദുനാ ശൈഖുൽ തങ്ങളുടെ നാവിലൂടെ വന്നിട്ടുള്ള ഈ ഔറാദുകളെല്ലാം തന്നെ ഹുവല്ലദീ വറദ ഫി മദ്ഹബി, അത് നമ്മൾ ത്വരീഖത്തിൽ വന്നതാണ്. അൽ മുഹമ്മദി, നമ്മൾ മുഹമ്മദിയായ ത്വരീഖത്തിൽ വന്നത് റസൂലുള്ളാഹിയുടെ സമ്മതത്തോടെ. ലിഅന്നഹു ലാ യദ്കുറു ദിക്റൻ ഇല്ലാ മാ റത്തബഹു ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം സയ്യിദുനാ ശൈഖുൽ തങ്ങൾ ഒരു ദിക്റും കൊണ്ടുവന്നിട്ടില്ല, ഒരു ഔറാദും മഹാനവറുകൾ ചൊല്ലിയിട്ടില്ല. അത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്ക് ഇങ്ങനെ ചിട്ടപ്പെടുത്തി കൊടുത്തിട്ടല്ലാതെ. അപ്പോൾ സയ്യിദുനാ ശൈഖുൽ തങ്ങൾ എന്തെങ്കിലും ഔറാദ് ചൊല്ലുന്നുണ്ടെങ്കിൽ അത് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തതാ, ഇങ്ങനെ ചൊല്ല്, ഇങ്ങനെ ചൊല്ലണ്ട, ഈ രൂപത്തിലാക്ക്, ഇങ്ങനെ പറഞ്ഞ് ചിട്ടപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ മാത്രം ഒരു ചൊല്ലുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ചൊല്ലൂല. ഒമിൻഹ, അതിൽപ്പെട്ടതാണ് സലാത്തുന മുത്തലഖ സലാത്തു അല നബി, ഒരുപാട് സലാത്തുകൾ വിശ്വാസങ്ങളുടെ പേരിൽ നമ്മളെ ത്വരീഖത്തിൽ അറിയപ്പെട്ടതുണ്ട്. ആ സലാത്തുകളൊക്കെ തന്നെ അതിൽപ്പെട്ടതാണ്. സലാത്തുൽ ഖൈബിയ്യ മുതൽ പിന്നെ യാഖൂത്തത്തുൽ ഹഖായിഖ് തുടങ്ങിയ ഒരുപാട് സലാത്തുകൾ നമ്മളെ ത്വരീഖത്തിൽ സയ്യിദുനാ ശൈഖുൽ തങ്ങൾ പഠിപ്പിച്ചതായിട്ടുണ്ട്. റഫീഉൽ മുൻസബ്, ഏറ്റവും വലിയ മഖാമിനുടമയായവർക്ക് പേരിൽ ചൊല്ലുന്ന സലാത്ത്. അൽ മഖാം അൽ മഹ്മൂദ് അൽ മുൻസിലത്തെ ഇന്ദ റബ്ബിൽ മഹ്മൂദ്, റബ്ബിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ മഖാമായ മഖാം മഹ്മൂദിൻ്റെ ഉടമയായവർക്ക് മേൽ ചൊല്ലപ്പെടുന്ന സലാത്ത്. ഹുസൂസൻ ഇദാ കാനത്ത് ബിഹി യാഖൂത്തത്തുൽ ഫരീദ, അതിലേറ്റവും പ്രധാനം യാഖൂത്തത്തുൽ ഫരീദ തന്നെയാണ്, അതായത് സലാത്തുൽ ഫാത്തിഹ തന്നെയാണ്. ഫഇന്നഹാ ലാ തത്റുകു ഷാദതൻ വലാ ഫാദതൻ കമാ തഖദ്ദം, കാരണം അതൊരു തെറ്റ് പോലും നമ്മൾ അവശേഷിപ്പിക്കൂല. സലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നത് ഒരു തെറ്റ് പോലും നമുക്ക് നമ്മളിന്ന് ബാക്കി വെക്കൂല, എല്ലാം പൊറപ്പിക്കും. പക്ഷേ സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് നമുക്ക് തെറ്റ് പൊറുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില നിബന്ധനകൾ നമ്മൾ പാലിക്കണം. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. എങ്ങനെയാണ് തെറ്റ് പൊറുപ്പിക്കാൻ സലാത്തുൽ ഫാത്തിഹ എങ്ങനെ ചൊല്ലുക, നമുക്ക് തെറ്റുകൾ പൂർണ്ണമായി മാഞ്ഞു കിട്ടണം എങ്കിൽ നമ്മൾ എങ്ങനെയാണ് സലാത്തുൽ ഫാത്തിഹ ചെല്ലേണ്ടത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ലിമാഹിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അത് അപ്പോൾ പറയാം. ലിഅന്നഹാ ലാ യുആദിലുഹാ അയ്യു ദിക്റിൻ വഖാഫിൽ ആലം, കാരണം സലാത്തുൽ ഫാത്തിഹിൻ്റെ അടുത്തേക്ക് ഒരു ദിക്റും വരൂല. അതിന് തുല്യമായി പ്രപഞ്ചത്തിൽ ഒരു ദിക്റും ഇല്ല. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആതാനി ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്തേക്ക് വന്നു, ബി ബിഷാറത്തിൻ ലം യഅതിനി മിസ്ലുഹാ ഖത്തു, ഒരു സന്തോഷ വാർത്തയും ഒരു സന്തോഷമുള്ള ഒരു ന്യൂസുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. പക്ഷേ ആ ന്യൂസ് അങ്ങനെയുള്ള സന്തോഷമുള്ള അതുപോലത്തെ മുമ്പൊന്നും വന്നിട്ടേ ഇല്ല. അത്ര സന്തോഷകരമായ ഒരു ന്യൂസുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. ഫഖാല, എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? മൻ സല്ലാ അലൈക മർറത്തൻ, ആരെങ്കിലും നിങ്ങളെ മേലിൽ സ്വലാത്ത് ഇല്ലാൽ ഒരു പ്രാവശ്യം, മർറത്തൻ വാഹിദത്തൻ, ഒരു പ്രാവശ്യം സ്വലാത്ത് ഇല്ലാൽ, സല്ലല്ലാഹു അലൈഹി ബിഹാ അശറൻ, അള്ളാഹു അവന് മേലിൽ 10 സ്വലാത്തില്ലും. അള്ളാഹ് സ്വലാത്തില്ലും എന്ന് പറഞ്ഞാൽ അള്ളാഹു 10 തവണ അവനെ അനുഗ്രഹിക്കുന്നർത്ഥം. ഒരു സ്വലാത്ത് നമ്മളിൽ ചൊല്ലിയാൽ അള്ളാഹു 10 തവണ അനുഗ്രഹിക്കും. ഒരു തവണ തന്നെ അള്ളാഹിൻ്റെ അനുഗ്രഹം കിട്ടിയാൽ എന്തായിരിക്കും, നമ്മൾ രക്ഷപ്പെടുമല്ലോ. ഒരു സ്വലാത്തില്ല അള്ളാഹു 10 തവണ അനുഗ്രഹിക്കും. ഉമൻ സല്ലാ അലൈഹി അശറൻ, ആരെങ്കിലും 10 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി ബിഹാ മിഅതൻ, റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വതആല അവന് 10 സ്വലാത്ത് ചൊല്ലും. അതായത് 100 സ്വലാത്ത് ചൊല്ലും, അതായത് 100 തവണ അനുഗ്രഹിക്കും. അമൻ സല്ലാ അലൈഹി മിഅതൻ, ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലിൽ 100 സ്വലാത്ത് ചൊല്ലിയാൽ, സല്ലല്ലാഹു അലൈഹി ബിഹാ അൽഫൻ, അള്ളാഹു അവൻ്റെ മേലിൽ 1000 സ്വലാത്ത് ചൊല്ലും, അതായത് 1000 മടങ്ങ് അനുഗ്രഹിക്കും. അവൻ സല്ലാ അലൈക അൽഫൻ, ആരെങ്കിലും 1000 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ, ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവൻ്റെ
അവൻ്റെ ശരീരം പിന്നെ നരകം സ്പർശിക്കുകയില്ല. 1000 സ്വലാത്തില്ല മതി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഔറാത്തർബിയൊക്കെ ചെല്ലുന്ന സമയത്ത് 1500 സലാത്തുൽ ഫാത്തിയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾക്കൊന്നും അതിന് മുകളിൽ കിട്ടുന്നില്ല എന്ന് കരുതുക. നമ്മൾ ഫത്തഹും മാരിഫത്തും ഒന്നും കിട്ടുന്നില്ല, വെറുതെ സലാത്തെല്ലാം മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തന്നെ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടം എന്താണ്? നമ്മൾ എത്ര സലാത്താണ് ചെല്ലുന്നത്? അത് നമ്മൾ വേറെ ഒരു പ്രത്യേക ദുനിയാവിനെ കാംക്ഷിച്ചിട്ടൊന്നുമല്ലല്ലോ, പ്രത്യേകമായ ആഗ്രഹങ്ങളൊന്നും നമുക്കില്ലല്ലോ. അല്ലാതെ തന്നെ അള്ളാഹിനെ കരുതി മാത്രം ചെല്ലല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അത് നമ്മൾ സ്ഥിരമായി കൊണ്ടിടുന്നാൽ അതിന് ഏറ്റവും വലിയ കാര്യമല്ലേ. അപ്പോൾ ആ നരകത്തിൽ രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് ദുനിയാവിൽ തന്നെ അള്ളാഹുവിൻ്റെ ഗഫലത്തിൻ്റെ നരകത്തിൽ നമ്മൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത്. അതാണ് മാരിഫത്ത്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മൾ ആ നിയ്യത്ത് നന്നാവണം. നമ്മളത് ചെയ്യുന്നത് ഫത്തഹിന് വേണ്ടി പോലും ആവരുത്. നമ്മളത് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാമെന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ടും അള്ളാഹു നമ്മളോട് ചെല്ലാൻ പറഞ്ഞു എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ്, വേറെ ഒന്നും ഉണ്ടാവരുത്. അങ്ങനെ ചെയ്താൽ അള്ളാഹു നമുക്ക് ദുനിയാവിൽ തന്നെ പിന്നെ അള്ളാഹുവിൻ്റെ ഗഫലത്താവുന്ന, അള്ളാഹുവിനെ മറക്കുക, അള്ളാഹുവിനെ തൊട്ടുള്ള അശ്രദ്ധ പോലെയുള്ള ഗഫലത്തിനെ തൊട്ട് നമുക്ക് രക്ഷപ്പെടുത്തി തരും. ആ നരകത്തിൽ നമുക്ക് ദുനിയാവിൽ നിന്ന് രക്ഷ ഉണ്ടാവും, പരലോകത്ത് വേറെ ഉണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറഞ്ഞു, മൻ സർറഹു അൻ യൽഖല്ലാഹു തആല, ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ ഭയങ്കരമായി കൊതിക്കുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, വഹുവ റാദിൻ അൻഹു, എങ്ങനെ അള്ളാഹു കോപിക്കുന്ന രൂപത്തിലല്ല, അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ട രൂപത്തിൽ അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മളെ കണ്ടുമുട്ടണം, അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ട രൂപത്തിൽ, അള്ളാഹു നമ്മളോട് തൃപ്തിപ്പെട്ട രൂപത്തിൽ നമുക്ക് സന്തോഷത്തോടെ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൽ യക്സിർ മിൻ സ്വലാത്തു അലൈഹി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധാരാളം എൻ്റെ മേലിൽ സ്വലാത്ത് ചെല്ലണം. എൻ്റെ മേലിൽ സ്വലാത്തില്ലാൽ നിങ്ങൾക്ക് അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടാം. ഫഇന്നഹു മൻ സല്ല അലയ്യ ഫീ കുല്ലി യൗമിൻ 500 മറ, കാരണം എന്താ അറിയോ? ഇന്നഹു മൻ സല്ല അലയ്യ ഫീ കുല്ലി യൗമിൻ 500 മറ, ഓരോ ദിവസം ആരെങ്കിലും എൻ്റെ മേലിൽ 500 തവണ സലാത്ത് ചൊല്ലിയാൽ ലം യഫ്തഖിർ അബദൻ, അവനൊരിക്കലും പിന്നെ ദരിദ്രനാവില്ല, ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും. നമ്മളൊക്കെ പ്രശ്നം പൈസ ഇല്ല, റിസ്ക് റെഡിയാവുന്നില്ല, എല്ലാത്തിലും കടവും പ്രശ്നങ്ങളുമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സലാത്ത് നമ്മൾ വേണ്ട രൂപത്തിൽ ചെല്ലൂല. നമുക്ക് കടവും പ്രയാസങ്ങളും ഒന്നും ഉണ്ടാവില്ല സലാത്ത് ഇല്ലാൽ. നല്ല രൂപത്തിൽ സലാത്ത് ചെല്ലുന്നവരാണെങ്കിൽ വേറെ ഉദ്ദേശം ഉണ്ടാകരുത്. ആ ഉദ്ദേശം എന്താണെന്ന് പറയാം ലാസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് ആരെങ്കിലും സലാത്ത് ഇല്ലാൽ അവനൊരു ദാരിദ്ര്യം ഉണ്ടാവില്ല, ബാഹ്യമായിട്ടും ഉണ്ടാവില്ല, ആന്തരികമായിട്ടും ഉണ്ടാവില്ല. ആന്തരികമായിട്ട് എപ്പോഴും സമ്പന്നനായിരിക്കും. ലം യഫ്തഖിർ അബദൻ, അവനൊരിക്കലും ദരിദ്രനാവില്ല. വഹുദിം തദുനൂബഹു, അവൻ്റെ തെറ്റുകളൊക്കെ അള്ളാഹു തകർത്ത് കളയും. തെറ്റുകളൊന്നും പിന്നെ ബാക്കി ഉണ്ടാവില്ല. 500 ചൊല്ലിയാൽ കേട്ടോ. വമുഹീത ഹതായാഹു, അവൻ്റെ വീഴ്ചകളൊക്കെ അള്ളാഹു മായ്ച്ചു കളയും. വഈന അല അദുവിഹി, അവൻ്റെ ശത്രുക്കൾക്കെതിരെ അള്ളാഹു അവനെ സഹായിക്കും. വഅല അസ്ബാബിൽ ഖൈർ, നന്മകൾക്കൊക്കെ നല്ലത് ചെയ്യാനും നന്മകൾക്കൊക്കെ അള്ളാഹു സഹായം നൽകും. മാത്രമല്ല ഏറ്റവും വലിയ അള്ളാഹു നൽകുന്ന അനുഗ്രഹം വഖാന മിമ്മൻ യുറാഫിഖൻ നബിയഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഫീഖായി കൂട്ടുകാരനായിട്ട് എത്തിച്ചേരാനും സാധിക്കും. എന്ത് ചെയ്താൽ മതി? 500 സലാത്തില്ല മതി. ഇപ്പം ഈ 500 1000 വലിയ മഹത്വമാണ്. മഹത്വങ്ങൾ പറഞ്ഞത് കാണാം. ആരെങ്കിലും സലാത്ത് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ
1000 വെച്ച് വർദ്ധിപ്പിക്കട്ടെ. കാരണം എന്താ, 1000 വെച്ച് ചൊല്ലിയാലും അങ്ങനെ ചൊല്ലാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ചൊല്ലാനിരിക്കുകയാണെങ്കിൽ 1000 ചൊല്ലുക. എന്നിട്ട് വിശ്വാസങ്ങളൊക്കെ അധികം ചെയ്യുക. ഒന്നിനും വേണ്ടിയിട്ടല്ല, പ്രത്യേക കാരണങ്ങളൊന്നുമല്ല, വെറുതെ ചൊല്ലുക. അള്ളാഹു പറഞ്ഞതാണെന്ന് കരുതി വിശ്വാസങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ചൊല്ലിയാൽ നേരത്തെ പറഞ്ഞ ഹദീസ് അനുസരിച്ച് നമ്മളെല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു നിൽക്കും. നമുക്ക് നരകം നമ്മളെ സ്പർശിക്കൂല. ദുനിയാവിലും ആഖിറത്തിലും നമ്മളൊരു ഗഫലത്തും പിടികൂടില്ല. അത് നല്ല രൂപത്തിൽ ചൊല്ലുക. ഒരു 1000 സ്വലാത്തുൽ ഫാത്തി നമുക്കൊരു ഭയങ്കര ഗഫലത്ത് പിടിപെട്ട് പോലെ നമുക്ക് തോന്നുന്നുണ്ടെന്ന് കരുതുക. ആകെ ഒരു ഞെരുക്കം, എന്താ മനസ്സിലാവുന്നില്ല, ഒന്നും തിരിയുന്നില്ല, അങ്ങനെ എന്നൊക്കെ പറയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുക, അള്ളാഹു കൽപ്പിച്ചുകൊണ്ട് മാത്രം, വിശ്വാസങ്ങൾ ബഹുമാനിക്കുന്നതുകൊണ്ട് മാത്രം നല്ല വൃത്തിയോടുകൂടി ഉദുവോടുകൂടി ഒരു 1000 സ്വലാത്തുൽ ഫാത്തി ഇരുന്നങ്ങോട്ട് ചൊല്ലി നോക്കിയേ. ഒറ്റ ഇരുത്തത്തിൽ 1000 ചൊല്ലുക. അത് നീങ്ങിയിട്ടുണ്ടാവും, തൽക്ഷണം നീങ്ങിയിട്ടുണ്ടാവും. ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്ത് പറയുന്ന മഹത്തുക്കളൊക്കെ അവിടെ നീങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ 500 വീതം നമ്മൾ അതുകൊണ്ടാണല്ലോ ഔറാത്ത് അറബിയിലൊക്കെ 3 നേരം 500 വീതം ചെല്ലുന്നത്, അത് ഏറ്റവും നല്ല സമയങ്ങളിൽ. അപ്പോൾ ആ 500 വീതം ചെയ്താലുള്ള കാര്യമാണ് ഇതൊക്കെ. അവന് നമ്മൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, തെറ്റുകൾ ഉണ്ടാവില്ല, വീഴ്ചകളൊക്കെ മായ്ക്കപ്പെടും, അവൻ്റെ ശത്രുക്കളിൽ നിന്ന് അവൻ അള്ളാഹു സഹായിക്കും, നന്മകളിലൊക്കെ അള്ളാഹു അവനെ സഹായിക്കും, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായി ദർജ കിട്ടുകയും ചെയ്യും. പിന്നെ വേറെന്തപ്പോൾ വായിച്ച ഒരു മനുഷ്യന് ആവശ്യമുള്ളത് മുഴുവൻ കിട്ടി. ഇത് 500 ചെല്ലാൻ പറ്റും. ആ 500 3 തവണയായി ഏറ്റവും നല്ല സമയങ്ങളിൽ നമുക്ക് ചെല്ലാൻ പറ്റുകയാണെങ്കിൽ ഇത്ര വലിയ തൗഫീഖാണ്. അത് നിലനിർത്തുകയാണെങ്കിൽ അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ തൗഫീഖല്ല അത്. അള്ളാഹു നമുക്കത് സ്ഥിരമായ മരണം വരെ കൊണ്ടെടുക്കേണ്ട തൗഫീഖ് നൽകട്ടെ. അപ്പോൾ കദാലിക്ക, അതുപോലെ തന്നെ ആണ് സലാത്തു അലൈഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേലിൽ സലാത്ത് ചൊല്ലുന്നതും 80 മറത്തൻ ലൈലത്തുൽ ജുമുഅ, ജുമുഅൻ്റെ രാത്രി, അതായത് നാളെ മഗ്‌രിബിന് ശേഷം ചൊല്ലുക. 80 മറത്തൻ 80 തവണ, 80 തവണ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുക. ഔ യൗമഹ ബഅദൽ അസർ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവ് അസറിന് ശേഷം. ഇപ്പോൾ വെള്ളിയാഴ്ച വളരെ പോഴ്ചയാക്കപ്പെട്ട സമയമാണ് അസറിന് ശേഷമുള്ള സമയം. നമ്മൾ വെറും നമ്മളെ ഹൈലൊക്കെ വേണ്ടി മാത്രം അത് ഉപയോഗപ്പെടുത്തരുത്. അങ്ങനെ ഉപയോഗപ്പെടുത്തരുത് എന്നല്ല, അത് മാത്രമാക്കിയിട്ട് നമ്മൾ ഹൈലിൻ്റെ ഒരു 10 മിനിറ്റ് മാത്രം നമ്മളിങ്ങനെ അതിന് ദിക്റിന് ഇബാദത്തിന് മാറ്റി വെച്ച് ബാക്കിയുള്ള സമയത്തൊക്കെ കളിച്ചിങ്ങനെ നടക്കുക, അങ്ങനല്ല. നമ്മൾ വെള്ളിയാഴ്ച അസർ കഴിഞ്ഞാൽ പരമാവധി നമ്മൾ ഇബാദത്തിൽ മുഴുകുന്നത് വളരെ നല്ലതാണ്. കാരണം പ്രത്യേകിച്ചും സലാത്തുൽ ഫാത്തി ചൊല്ലി നടക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ആ സമയമാണ് ഒരാഴ്ചയിലെ ഏറ്റവും അഫ്ളലായ സമയം. പ്രത്യേകിച്ചും മാലിക്കി മദ്ഹബ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4:45 5 മണിയൊക്കെ ഉള്ള സമയം, അത് മുതൽ മഗ്‌രിബ് വരെയുള്ള സമയം. അപ്പോഴെങ്കിലും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സലാത്തുൽ ഫാത്തി വർദ്ധിപ്പിക്കുക. മഗ്‌രിബിന് അടുത്ത സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹൈലയും ചൊല്ലുക. അത് വളരെ നല്ലത് ആ സമയം. അല്ലാതെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഹൈലലിൻ്റെ സമയം മാത്രം ചൊല്ലും, ബാക്കിയുള്ളതൊക്കെ കളിച്ച് ചിരിച്ച് നടക്കും. അങ്ങനെ ആവണമെന്നില്ല. ആ സമയമൊക്കെ അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു സമയമാണ് ആ സമയം, ഒരാഴ്ചയിലെ ഏറ്റവും നല്ല സമയം. അപ്പോൾ ആ സമയത്ത് അസറിന് ശേഷം നമ്മൾ 80 സലാത്ത് ചൊല്ലുന്നതും, ഫൈന സമാനീനല്ലത്തി ഫില്ലയിൽ, രാത്രി നമ്മൾ 80 സലാത്ത് ഇല്ലിയാൽ, വെള്ളിയാഴ്ച രാവിലെ 80 സലാത്ത് ഇല്ലിയാൽ, തുകഫിർ ദുനൂബ 400 സനത്താൻ, നമ്മളെ 400 വർഷത്തെ തെറ്റുകൾ അള്ളാഹു പുറത്തുതരും. വല്ലത്തി ഫിൻ നഹാരി ബാദൽ അസർ, ഇനിയിപ്പോൾ പകല് അസറിന് ശേഷമാണ് ചൊല്ലുന്നതെങ്കിലോ തുകഫിർ ദുനൂബ 80 സനത്തിന്, 80 വർഷത്തെ തെറ്റുകൾ പുറത്തുതരും. ഫി ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ സല്ലാ അലൈഹി 80 ഫി യൗമിൻ, പകലാരെങ്കിലും 80 തവണ ചൊല്ലിയാൽ, ഔ ലൈലത്തൻ, അല്ലെങ്കിൽ രാത്രി, ഉഫറത്ത് ദുനൂബഹു, അവൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കും. വലൗ കാനത് ഫി മിസ്ല സബദിൽ ബഹർ, കടലിലെ പതകൾ, കടലിൻ്റെ മുകളിലുള്ള പത ഉണ്ടാവില്ല, ചെറിയ ചെറിയ നുരകൾ, അതിൻ്റെ എത്ര ഉണ്ടാവും, എത്രത്തോളമാണോ ആ നുരകളിൽ അത്രത്തോളം തെറ്റ് ചെയ്താലും പോലും അള്ളാഹു പുറത്തു തരും. ഒമൻ സല്ലാ അലയ്യ മിംബാദി അസർ യൗമുൽ ജുമാ, ആരെങ്കിലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അസറിന് ശേഷം ജുമാ ദിവസം, ഫഖാല ഖബ്ല അൻ യഖൂമു ഫി മജാലിസി,
എന്നിട്ട് അവിടെ എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ഇരുന്ന് ചൊല്ലിയാൽ സമാനീന മറത്തിന് 80 തവണ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് ചൊല്ലിയാൽ ഉഫ്റത്ത് ലഹു ദുനൂബു സമാനീന സന, അവൻ്റെ 80 വർഷത്തെ തെറ്റുകൾ പുറത്തു കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസല്ലിം അലാ ആലിഹി വസഹ്ബിഹി വസല്ലിം ചൊല്ലാം, അല്ലെങ്കിൽ സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാലും മതി. അവൻ്റെ 80 വർഷത്തെ തെറ്റുകൾ അള്ളാഹു പുറത്തെടുക്കും. ഒമിൻഹ, അതുപോലെ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളിൽ പെട്ടതാണ് സലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സലാത്തു തസാബീഹ് അല്ലദീ വറദത്ത് ഫിൽ ഹദീസ്, ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സലാത്തു തസ്ബീഹാണത്. വഹിയല്ലത്തി അല്ലമഹ അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലി അമ്മത്തിഹിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ സലാത്തു തസ്ബീഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തതാണ്. ഖൈറത്ത് അഹ്ലിൽ ഫദ്ലി ഫിന്നാസ്, മനുഷ്യന്മാരിൽ ഏറ്റവും ഉന്നതരായ ആൾപ്പെട്ട ഒരാളാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു. മഹാന്മാരൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാത്തിനിയായ ഖലീഫ അത് ഹംസ റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു എന്ന്. അപ്പോൾ അതുപോലെ ഹംസ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ വിശ്വാസങ്ങൾ ആന്തരികമായ ലോകത്തെ സിംഹാസനങ്ങൾ വഹിച്ച മഹത്തുക്കളായ സ്വഹാബത്തായിരുന്നു. അപ്പോൾ അവരിൽപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതിഭനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വിശ്വാസങ്ങൾ പഠിപ്പിച്ചു കൊടുത്താണിത്. വഹിയ കഫീലത്തും ബിത്തഖ്ഫീര ദുനൂബി ജമീഇഹ, എല്ലാ തെറ്റുകളും പൊറുപ്പിക്കാൻ ഈ ഒരു അമല് മാത്രം മതി. മിൻ ബിദായത്തി തക്ലീഫിൽ അബ്ദി ഇലാ മമാതി, ഒരു മനുഷ്യൻ്റെ തക്ലീഫ് തുടങ്ങിയ മുതൽ, പ്രായപൂർത്തിയായത് മുതൽ മരിക്കണവരെ അവൻ ചെയ്ത എന്ത് തെറ്റുണ്ടോ അതൊക്കെ പൊറുപ്പിക്കാൻ സലാത്തു തസ്ബീഹ് മതി, തസ്ബീഹ് നിസ്കാരം മതി. വലാ തഹ്തസ്സു ബിവക്തി, അതിന് പ്രത്യേകമായ ഒരു വക്തൊന്നും ക്ലിപ്തമാക്കപ്പെട്ടിട്ടില്ല. ഇന്ന വക്തിലേ തസ്ബീഹ് നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറയപ്പെട്ടിട്ടില്ല. യുസ്തഹബ്ബു അല്ലാ യഖ്ലഉ അൽ ഉസ്ബൂഉ അൻഹാ മറത്തൻ വാഹിദ, എന്നാൽ ആഴ്ചയിൽ ഒരിക്കൽ നിസ്കരിക്കൽ വളരെ സുന്നത്തായ കാര്യമാണ്. പലപ്പോഴും ഏറ്റവും നല്ലത് മശായിഖന്മാരൊക്കെ അവരുടെ രീതി അനുസരിച്ച് വെള്ളിയാഴ്ച ജുമാൻ്റെ സമയത്തൊക്കെ നിസ്കരിക്കുന്നത്, വെള്ളിയാഴ്ച രാവിലെ നിസ്കരിക്കുന്നത് ഒക്കെ നമ്മൾ കാണാറുണ്ട്. വളരെ നല്ലതാണ്. അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഏതെങ്കിലും സമയം അതിനു വേണ്ടി മാറ്റിവെക്കാം. എല്ലാ ആഴ്ചയും നമ്മൾ സമയം നമ്മൾ ഉറപ്പിച്ചാൽ പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഹൈലൻഡിൻ്റെ സമയം പോലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സമയം വെള്ളിയാഴ്ച ഉച്ചക്ക് അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ അങ്ങനെയൊക്കെ ഏതൊരു സമയം നിശ്ചയിക്കുക. ആ സമയം നിശ്ചയിച്ചാൽ പിന്നെ നമ്മൾ സ്ഥിരമായി ഇത് കൊണ്ടെടുക്കും. അങ്ങനെ എല്ലാ ആഴ്ചയും നമ്മളത് ചെയ്യൽ, അത് നിർവഹിക്കൽ സുന്നത്താണ്. വമിൻഹ, അതുപോലെ തന്നെ നമ്മളെ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളിൽ പെട്ടതാണ് തസ്ബീഹുൻ, തസ്ബീഹ് ചൊല്ലൽ. ബാദ അദ്വത്തിൻ, രാവിലെ സുബഹിക്ക് ശേഷം രാവിലെ പ്രഭാതത്തിൽ തസ്ബീഹ് ചൊല്ലൽ. എന്താണത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം മിൽഅ മാ അലിമ വഅദദ മാ അലിമ വസിനത മാ അലിമ. ഇത് ശരിക്കും നമ്മൾ മുസബ്ബഹാത്തുൽ അശ്റിലുള്ള തസ്ബീഹാണ്. മുസബ്ബഹാത്തുൽ അശ്ർ ചൊല്ലുന്നവർക്ക് അതിൽ ഉൾപ്പെടും. അല്ലെങ്കിൽ നമുക്ക് എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ തസ്ബീഹ് ചൊല്ലാം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെ ചൊല്ലാം. അത് വളരെ നല്ലതാണ്. അതും തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ പെട്ടതാണ്. ഫൈന മറത്തൻ മിൻഹ, ആരെങ്കിലും ഒരു പ്രാവശ്യം അത് ചൊല്ലിയാൽ തുകഫിറു ദുനൂബ് ജമീഅഹ, എല്ലാ തെറ്റുകളും അതുകൊണ്ട് പൊറുക്കപ്പെടും. വതുഅ്മിനുൽ അബ്ദ മിൻ അദാബില്ലാഹ്, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് അത് കാക്കുകയും ചെയ്യും. വകദാ മിൻ മുകഫിറാത്തി ദുനൂബ്, അപ്പോൾ അദാബിൽ നിന്ന് കാക്കുമെന്ന് പറഞ്ഞാൽ ഈ തസ്ബീഹ് ചൊല്ലുന്നതോട് കൂടി അദാബ് കാക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ജവാഹർ മാനിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഈ തസ്ബീഹ് ചൊല്ലിയാൽ അള്ളാഹു പ്രത്യേകമായൊരു സ്നേഹത്തിൻ്റെ നോട്ടം അവനെ നോക്കുന്ന, ആ നോക്കുന്നത് കൊണ്ട് നാളെ പരലോകത്ത് അവന് ഒരു ശിക്ഷയുണ്ടാവില്ല. അത് എല്ലാവരിലേക്കും അള്ളാഹ് നോക്കുന്ന ഒരു നോട്ടമല്ല, പ്രത്യേകമായൊരു സ്നേഹത്തിൻ്റെ നോട്ടം അവനിലേക്ക് ഉണ്ടാവും. വതുഅ്മിനുൽ അബ്ദു മിൻ അദാബില്ലാഹ്, അതുകൊണ്ട് അവന് അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. വകദാ മിനൽ മുകഫിറാത്തി ദുനൂബ്, അതുപോലെ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളിൽ പെട്ടതാണ്
തദബ്ബറുൽ ഖുർആൻ, ഖുർആൻ ആശയമനുസരിച്ച് അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മആനീഹി, അതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിച്ച് ഓതുക. അൽഹംദുലില്ലാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയത് ഏറ്റവും വലിയ തൗഫീക്കാണ്. നമ്മൾ സാധാരണ അതിൻ്റെ അർത്ഥത്തിൻ്റെ അപ്പുറത്ത് നമ്മളിനിപ്പോൾ അർത്ഥം ചിന്തിച്ച് ഓതാൻ തീരുമാനിച്ചാൽ തന്നെ നമ്മൾ നാട്ടിലേതെങ്കിലും ഒരു തഫ്സീറോ ഒരു ഖുർആൻ വ്യാഖ്യാനോ ഒരു ഖുർആൻ പരിഭാഷയൊക്കെ എടുത്താൽ തന്നെ നമുക്കതിൻ്റെ ഒരു ബാഹ്യമായ അർത്ഥം മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തൊന്നും നമുക്കൊന്നും കിട്ടില്ല. അൽഹംദുലില്ലാ, നമുക്ക് അള്ളാഹു വലിയ തൗഫീക്ക് തന്നില്ല അതിൻ്റെ ആന്തരികമായ അർത്ഥതലങ്ങളിലേക്ക് ചിന്തിക്കാനും അതിൻ്റെ ത്വരീഖത്തിൻ്റെയും മാരിഫത്തിൻ്റെയും ലോകത്തുള്ള കവാടങ്ങൾ തുറക്കുന്ന സൂചനകൾ നമുക്ക് കാണിച്ചു തരാനൊക്കെ നമുക്ക് ഇപ്പോൾ അള്ളാഹിൻ്റെ തൗഫീക്കോടെ കൂടി അത് നടക്കുന്നുണ്ട്. അള്ളാഹു നിലനിർത്തട്ടെ. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നത്, പ്രത്യേകിച്ചും അത് ഒരാഴ്ച ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, അത് വായിക്കുന്നത്, മനസ്സിലാക്കുന്നത്, അതിൻ്റെ ആഴത്തിൽ ചിന്തിക്കുന്നത്, അത് പഠിക്കുന്നത്, അതൊക്കെ നമ്മൾ തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമല. നമ്മളിപ്പോൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ദിക്ർ ചൊല്ലൽ മാത്രം തെറ്റ് പൊറുപ്പിക്കല്. അങ്ങനെയൊന്നുമല്ല. നമ്മളതിങ്ങനെ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് എഴുതി ഇതൊക്കെ ചെയ്യലും നമ്മൾ ആ അർത്ഥതലം മനസ്സിലാക്കാൻ ശ്രമിക്കല്ലേ. അപ്പോൾ എന്താ സംഭവിക്കണത്? ആ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹു നമ്മൾ തെറ്റുകളൊക്കെ പുറത്തു വരും. കാരണം ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ലിഖൗലിഹി തആല കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, ഇത് മുബാറക്കായ ഒരു കിതാബാണ് അങ്ങയിലേക്ക് അവതരിച്ച് തന്ന. എന്തിന്? ലിയദ്ദബ്ബറു ആയാതിഹി, അതിൻ്റെ ആയാത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി. ലിയദ്ദക്കറ ഉലിൽ അൽബാബ്, അതുപോലെ ബുദ്ധിയുള്ള ആളുകൾ അതിനെപ്പറ്റി ഉത്ബുദ്ധരാകാൻ വേണ്ടിയും അള്ളാഹ് പറഞ്ഞത്. അതിനു വേണ്ടി ഈ കിതാബ് അയച്ചത് തന്നെ. റായിൽ മാഹദ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുറൂലി മാഹിദലിൽ ഫവായിദ്, ഈ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ സ്രോതസ്സുകൾ പരിശോധിക്കാൻ. അപ്പോൾ ഇതൊക്കെ ചെറുതായ സൂചനകൾ നൽകി പോവാണ് ഷേഖറുകൾ. അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട കിതാബുകൾ നോക്കാൻ പറയാം. ഇനി ഹവാത്തിമുദ് ദഹബ് അല റൂഹുൽ അദബ് ഷെയ്ഖ് മുഹമ്മദ് യഹിയ ഖാദി. ആക്കാദുഹ സലാത്തു ഹാദൽ കുത്തുബ് എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഈ കുത്തുബിൻ്റെ സലാത്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ. അതിനെ വിശദീകരിക്കുകയാണ്. കാല ഫി റിമാഹ്, റിമാഹിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ ഫൂത്തി റളിയല്ലാഹു അൻഹു തങ്ങളെ കിതാബാണ്. അതിൽ പറയുന്നുണ്ട്, നാക്കിലൻ കലാമിൻ ഷെയ്ഖ് തിജാനി റളിയല്ലാഹു അൻഹു, സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് റിമാഹ് പറയുന്നുണ്ട്. ഫീഹി, അതിലെന്താ പറയണത്? ഫഅലമു, സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുക, അലമു, നിങ്ങൾ അറിയണം, അന്ന ദുനൂബ ഫി ഹാദ സമാൻ, ഈ ഒരു കാലഘട്ടത്തിലെ തെറ്റുകൾ. ഏത് കാലഘട്ടത്തിലെ? സയ്യിദ്നാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിലെ, അതായത് 18-ാം നൂറ്റാണ്ടിനെ പറ്റിയാണ് പറയണത്. നമ്മളിപ്പോൾ 20-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. അന്നത്തെ തെറ്റുകളും ഇന്നത്തെ തെറ്റുകളൊന്നും ആലോചിച്ച് നോക്കിയേ, എത്രയേ കൂടുതലാണ്. അപ്പോൾ അന്ന് തന്നെ പറയാ ഷെയ്ഖവറുകൾ, അന്ന ദുനൂബ ഫി ഹാദ സമാൻ, ഈ ഒരു കാലഘട്ടത്തിലെ തെറ്റുകൾ, ലാ ഖുദ്റത ലിഅഹദിൻ അനിൽ ഇൻഫിസാലി അൻഹാ, പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആർക്കും സാധിക്കൂല. ഒരാൾക്കും സാധിക്കൂല പൂർണ്ണമായി തെറ്റുകൾ വിട്ടുനിൽക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ആൾക്കാരെ നമ്മൾ തെറ്റുകൾ ചൂഞ്ഞ് അന്വേഷിക്കാൻ നിൽക്കുകയും ചെയ്യരുത്. കാരണം എല്ലാവർക്കും അവരുടേതായ കുറവുകളും തെറ്റുകളൊക്കെ ഉണ്ടാവും. ആ തെറ്റുകൾക്ക് പേരിൽ നമ്മൾ ആളുകളെ ശിക്ഷിക്കാനും ചൂഷണം ചെയ്യാനും ബന്ധങ്ങൾ വേർപ്പെടുത്താനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അതിനെന്നെ നേരെ ഉണ്ടാവുള്ളൂ. കാരണം ആർക്കും അവിടെ തെറ്റുകളൊക്കെ ഇല്ലാത്തവരുള്ളത്? പഴയ കാലത്തൊന്നും മനുഷ്യന്മാർക്ക് പൊതുവിൽ തെറ്റുകളില്ലാത്തവരാരും ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തെറ്റുകളില്ലാത്തവർ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഏറ്റവും ഉന്നതരായ ആരിഫ്യങ്ങളല്ലാതെ. ഇപ്പം നിങ്ങൾ ആലോചിച്ച്, ചിലപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെയും ആങ്ങളമാരെ പെങ്ങന്മാരെ ഇടയിലൊക്കെ, സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ തെറ്റുകൾ കണ്ടുപിടിച്ച് ആ തെറ്റുകൾ കാരണം ഇയാൾ ഈ തെറ്റ് ചെയ്ത ആളല്ല, ഞാൻ ഇയാളോടൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർ ഒഴിവാക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നമല്ലേ എന്ന് കരുതി നമ്മൾ തീരെ നിസ്കരിക്കാത്ത തെറ്റുകളിൽ മൊയ്കി ജീവിക്കുന്ന അങ്ങനെ ആൾക്കാരുണ്ടോ? ആസി എന്ന് പറയുന്ന തെറ്റിൽ മൊയ്കി ജീവിക്കുന്ന, അതായത് സ്ഥിരമായി കള്ളുകുടിക്കുന്ന, സ്ഥിരമായി വ്യഭിചരിക്കുന്ന, സ്ഥിരമായി മറ്റ് തെറ്റുകളിൽ മൊയ്കുന്ന ആൾക്കാർ, അവരെ നമുക്ക് എന്തായാലും മാറ്റി നിർത്താം. അതല്ലാതെ യാദൃശ്ചികമായി തെറ്റുകളിൽ അകപ്പെട്ടു പോകുന്ന, തെറ്റുകളിൽ വീണു പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. എപ്പോഴെങ്കിലും സംഭവിച്ചു പോയതാണ്, അവർക്കെല്ലാം ഖേദമുണ്ട്, പറ്റിപ്പോയതാണ്. അതൊന്നും വെച്ച് നമ്മൾ ആരെയും വിലയിരുത്താൻ പോകരുത്. അതൊന്നും വെച്ചിട്ട് നമ്മൾ ആരെയും കൊച്ചാക്കരുത്. അതൊന്നും വെച്ചിട്ട് ആരുടെയും ബന്ധങ്ങൾ നമ്മൾ വേർപെടുത്തരുത്. എന്താ സയ്യിദ്നാ ഷെയ്ഖുൽ തങ്ങൾ പറഞ്ഞ ഈ വാക്ക് എപ്പോഴും നമ്മൾ ഓർക്കുക.
വഅലമു അന്ന ദുനൂബ ഫി ഹാദ സമാൻ, ഈ ഒരു കാലഘട്ടത്തിലെ തെറ്റുകൾ ലാ യഖ്ദറു ലിഅഹദിൻ അനിൽ ഇൻഫിസാലി അൻഹ, ഒരു മനുഷ്യനും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂല. അത് ആ കാലത്ത് പറഞ്ഞതാ. അപ്പോൾ ഈ കാലത്ത് എത്രത്തോളം പ്രസക്താണ്. ഫൈനഹ തൻസുബു അലന്നാസി കൽ മത്തറിൽ അസീസ്, കാരണം ഏറ്റവും വലിയ പേമാരി പോലെ പെയ്യുന്ന മഴ പോലെയാണ് ഈ തെറ്റുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്മാരിലേക്ക്. ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക തെറ്റുകൾ. എങ്ങോട്ട് നോക്കിയാലും തെറ്റ് മാത്രമേ ഉള്ളൂ. അള്ളാഹിലേക്ക് തിരിയാത്ത, അള്ളാഹിൻ്റെ മാരിഫത്തിൽ ഇങ്ങനെ റാസിഖൂന ഫിൽ ഇൽം എന്ന് പറയുന്ന അടിയുറച്ച ആൾക്കാർക്കല്ലാതെ അതിന് രക്ഷപ്പെടാൻ തന്നെ സാധിക്കൂല. അല്ലെങ്കിൽ അത്രയും അവർ മുമ്പിലും പിൻപിലും ഒക്കെ ഇതിങ്ങനെ തെറ്റിൽ മുഴുകി അതിൻ്റെ വഴികളൊക്കെ തുറന്നിങ്ങനെ നിൽക്കുമ്പോൾ അതിലേക്ക് തിരിയാൻ പറ്റാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ മഹബത്തിലും മാരിഫത്തിലും ലയിച്ച ആൾക്കാരുണ്ടാവും. അതിലേക്കൊന്നും നോക്കാൻ ഇഷ്ടം തന്നെ ഇല്ലാത്തവർ. അവർക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. എല്ലാത്തവർക്കും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുക? കാരണം അതിൻ്റെ വഴികളൊക്കെ വളരെ എളുപ്പമാണ്, നന്മൻ്റെ വഴികളൊക്കെ വളരെ കടുപ്പവും. അപ്പം അതിലൊക്കെ മുഴുകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഫൈനഹ തൻസുബു അലന്നാസി കൽ മത്തറിൽ അസീസ്, ഏറ്റവും വലിയ പേമാരി പോലെ അതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തെറ്റുകൾ മനുഷ്യന്മാർ മേത്തേക്ക്. ലാക്കിൻ അക്സറു മിൻ മുക്കഫറാത്തിഹ, നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താ അറിയോ? അക്സറു മിൻ മുക്കഫിറാത്തിഹ, അതിന് പൊറുപ്പിക്കുന്ന അമൽ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുകയാണ്. അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. കാരണം ഈ ഒരു കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അക്സറു മിൻ മുക്കഫിറാത്തിഹ, തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ വർദ്ധിപ്പിക്കുക. വാക്കാദു ദാലിക, അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താ? സലാത്തുൽ ഫാത്തിഹ ലിമാ ഉലിക്, സലാത്തുൽ ഫാത്തിഹ ലിമാ ഉലിക് ചൊല്ലലാണ്. സലാത്തുൽ ഫാത്തിഹ ചൊല്ലാണ്. അപ്പം നമ്മൾ തെറ്റ് ചെയ്തു പോയി, ഞാൻ ഈ ഒന്നിനും പറ്റൂല എന്ന് ചിന്തിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ആ തെറ്റ് ചെയ്തു പോയാൽ ഉടൻ സലാത്തുൽ ഫാത്തിഹ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഫൈനഹ, തീർച്ചയായും അത് ലാ തത്രുക്കു മിൻ ദുനൂബിൻ ഷാദത്തൻ വലാ ഫാദത്തൻ, എന്ത് വലിയവും ചെറുതുമായ തെറ്റായിക്കോട്ടെ, രഹസ്യമായും പരസ്യമായും ചെയ്ത് തെറ്റായിക്കോട്ടെ, എല്ലാ തെറ്റും, ഒരു തെറ്റും അത് പൊറപ്പിക്കാത്തതായിട്ടുണ്ടാവില്ല. കാലായുധൻ അങ്ങനെ ഉമർ ഫൂത്തി റളിയല്ലാഹു തങ്ങൾ ഒരുപാട് ഹദീസുകൾ, തെറ്റുകൾ പൊറുപ്പിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകളൊക്കെ കൊണ്ടുവന്നു. എന്നിട്ട് അതിന് ശേഷം പറഞ്ഞു, കുൽത്തു, അദ്ദേഹം പറഞ്ഞു, അസ്ബാബുൽ അഫു കസീറൻ മിൻ കുതുബുൽ ഹദീസ്, ഹദീസുകളിൽ ഒരുപാട് തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒഫി ഹാദൽ ഖദരി കിഫായത്തൻ, ഞാനിവിടെ പറഞ്ഞ ഹദീസുകൾ മതി നിങ്ങൾക്ക് ആ വിഷയത്തിൽ, എല്ലാം കൂടി പറയേണ്ടതില്ല എന്ന് പറയാണ്. ആ കിതാബിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഫനർജിയോ ഇല കലാമി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാക്കിലേക്ക് പോവാം. അപ്പോൾ ഇത് റിമാഹിലുള്ള ഉദ്ധരണി. അപ്പോൾ റിമാഹിൽ ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ പറഞ്ഞതിന് ശേഷം പറയാണ്, ഞാൻ കുറേ ഹദീസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമുക്ക് ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതിലേക്ക് പോവാം. ഖാല റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? അമ്മ മുക്കഫിറാത്ത് ദുനൂബ്, തെറ്റുകൾ പൊറപ്പിക്കുന്ന അമലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദമുഹ, അതിലേറ്റവും വലുത്, അക്സറു ഹത്രൻ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വാബ്ലൗഹ വത്രൻ, അതിലേറ്റവും എഫക്റ്റീവായിട്ടുള്ളത്, ഏറ്റവും ഫലം നൽകുന്നത്, മിൻ മഹവിദ് ദുനൂബി വസയ്യാത്ത്, എല്ലാ തെറ്റുകളെ തൊട്ടും കുറവുകളെ തൊട്ടും അതൊക്കെ മായ്ച്ചു കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എന്താ? ഹുവ കസറത്തു സലാത്തു അലാ സയ്യിദിന മുഹമ്മദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ അലിഹി വസല്ലം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്തല്ലലാണ്. ഫൈന്നഹ ലാ വസീലത്തുൻ, കാരണം വേറൊരു വഴിയുമില്ല, വലാ ഖുർബത്തുൻ, അള്ളാഹുലേക്ക് അടുക്കുന്ന വേറൊരു മാർഗവുമില്ല, അഅ്ളമു മിൻഹ, അതിനേക്കാളും മഹത്വമുള്ളത്, ഫീ മഹ്വദ് ദുനൂബ്, തെറ്റുകൾ പൊറപ്പിക്കുന്ന വിഷയത്തിൽ, ഇല്ലാ മഹബ്ബത്തൽ ഖാലിസ, ഏറ്റവും സംശുദ്ധമായ മഹബത്തിനേക്കാളും നമ്മളെ തെറ്റ് പൊറപ്പിക്കുന്ന വേറൊരു കാര്യമില്ല. ഇപ്പം നമ്മളെ ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, മക്കളാവട്ടെ, അവർ തെറ്റ് ചെയ്താൽ അവർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമുണ്ട്. തെറ്റ് സംഭവിച്ചു പോയതാണെങ്കിൽ നമ്മൾ എന്തും പുറത്തു കൊടുക്കാൻ തയ്യാറാവില്ല, എന്ത് ചെയ്താലും. അപ്പോൾ മഹബത്തിനേക്കാൾ തെറ്റ് പൊറപ്പിക്കുന്ന വേറൊരു കാര്യമില്ല. അപ്പം മഹബത്തിൽ പെട്ടതാണ് നമ്മൾ സലാത്തില്ല എന്നുള്ളത്, വിശ്വാസം കൊണ്ടുള്ള മഹബത്തിൽ പെട്ടതാണ് നമ്മൾ. കാരണം ആരെങ്കിലും ഒരാളെ സ്നേഹിച്ചാൽ നമ്മൾ അവരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന, അപ്പോൾ വിശ്വാസങ്ങളുടെ പേരിൽ വിശ്വാസങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് വിശ്വാസങ്ങളോട് തങ്ങളെ മേലിൽ ഒരുപാട് സലാത്തല്ലിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്.
കാരണം ആരെങ്കിലും ഫൈന സ്വാഹിബു ലാ യക്തുബു അലൈഹി ദംബുൻ, കാരണം സ്നേഹമുള്ള ഒരാളുടെ പേരിൽ ഒരു തെറ്റ് ചെയ്തപ്പെടില്ല. സ്നേഹിക്കുന്നവനാണ് ഒരു തെറ്റും അവൻ്റെ കൂടെ ഉണ്ടാവില്ല. വസ്സലാത്തു അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹസബി ബി സ്വലാത്തുൽ ഫാത്തിഹ ലിമാലിക ഹസബിൽ ഇസ്തിതാഅത്തി, അതുപോലെ നമുക്ക് കഴിവിനനുസരിച്ച് സലാത്തുൽ ഫാത്തിഹ ചെല്ലുക എന്നുള്ളതും കഴിവ് പോലെ നമ്മൾ സലാത്തുൽ ഫാത്തിഹ അധികരിപ്പിക്കാം. ഫൈനഹ ദഹീറത്തുൽ ഉലമാ, കാരണം ഈ സലാത്തുൽ ഫാത്തിഹ ഇങ്ങനെ ചൊല്ലുന്നത് എന്താ അറിയോ, അത് ദഹീറത്തുൽ ഉലമാ, അത് ഏറ്റവും വലിയൊരു നിധിയാണ്. നമുക്കറിയില്ല, തിജാനികൾക്ക് ശരിക്കും അറിയില്ല നമ്മൾ എത്രമാത്രം വലിയ അനുഗ്രഹീതരാണ്, അള്ളാഹു നമുക്ക് എത്ര വലിയ നിധിയാണ് നമുക്ക് തന്നെന്നുള്ളത്. നമ്മളത് മുറുകെ പിടിക്കുന്നില്ല എന്ന് മാത്രം, വേണ്ട രൂപത്തിൽ. ഫൈനഹ ദഹീറത്തുൽ ഉലമാ, അത് ഏറ്റവും വലിയ നിധിയാണ്. വൽ ഹിസ്നുൽ മനീഉൽ അഹ്മാ, ഒരാൾക്കും തകർക്കാൻ സാധിക്കാത്ത ഏറ്റവും വലിയൊരു കവചമാണത്. ഒന്നിലേക്ക് അതിൻ്റെ ഉള്ളോട്ട് കയറാൻ കഴിയില്ല, അത്രയും വലിയ കവചമാണ്. നമ്മൾ തെറ്റുകൾ പൊറപ്പിക്കാന്ന് മാത്രമല്ല, ഇനി വേറൊന്നും ഉണ്ടാവരുത് നമ്മൾ ആഗ്രഹിക്കണ്ടല്ലോ. അതിന് ഏറ്റവും നല്ല സലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കൊണ്ടിരുന്ന പതിയെ പതിയെ അതൊരു വലിയൊരു കവചമായി നമ്മൾ മുമ്പിലുണ്ടാവും. പിന്നെ ഒന്നും അതിലേക്ക് കയറൂല. ലിമൻ സാബറ അലൈഹ, ആരെങ്കിലും സലാത്തുൽ ഫാത്തിഹ നിരന്തരം ചൊല്ലിയാൽ ബി ഖദരിസ്തിതാഅത്തി, അവന് കഴിവിനനുസരിച്ച്. എല്ലാവരും ഇപ്പോൾ ഒരാൾ 6000 ചൊല്ലുന്നു, ഒരാൾ 10000 ചൊല്ലുന്നു, അല്ലെങ്കിൽ 12000 ചൊല്ലുന്നു, എല്ലാവരും അതുപോലെ ചെല്ലാൻ നിൽക്കരുത്. അത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. ഒരാൾക്കൊരു 300 ചെല്ലാൻ. സയ്യിദുനാ ശൈഖുൽ തങ്ങൾ മറ്റൊരു കത്ത് പറയുന്നുണ്ട്, നമ്മൾ സലാത്ത് അധികരിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ മിനിമം അളവ് 300 ഒരു 300 ചെല്ലാം. 300 ഒരാൾ ചെല്ലാണ്, അല്ലെങ്കിൽ ഒരു 500 ചെല്ലാണ്. അങ്ങനെ അധികരിപ്പിക്കുന്നത് വെറുതെ പുറമേ കേട്ടോ ഈ പറയണത്. അങ്ങനെ അധികരിപ്പിക്കുകയാണെങ്കിൽ അത് ചൊല്ലാം. പിന്നെ പറ്റുമെങ്കിൽ 1000, 2000, 3000, 6000 ഒക്കെ എത്രയും വർദ്ധിപ്പിക്കാം. ബിഖദരിസ്തിതാഅത്തി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഫൈനഹ കഫീലത്തുൻ, അത് ഉറപ്പ് നൽകും. ബിമഹ്വിദ് ദുനൂബി വല്ലാസാം, എല്ലാ തെറ്റുകുറ്റങ്ങളും അത് മായ്ച്ചു കളയുന്നുള്ളത്. പിന്നെ ഒരു തെറ്റും ബാക്കി ഉണ്ടാവില്ല, സലാത്തുൽ ഫാത്തിഹ ഉണ്ടാവും. ഇത്ര വലിയ അനുഗ്രഹീതനാണല്ലോ നമ്മൾ എത്ര പാപങ്ങളിൽ മുഴുകിപ്പോയാലും അള്ളാഹു നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇത് കൊണ്ടിടന്നാൽ മതി, എല്ലാം പുറത്തു തരും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നിരാശനാവാണ്ട ഒരു ഘട്ടം വരൂല. നമ്മൾ നിരാശരാവുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ഈ ത്വരീഖത്തിനും നമുക്ക് അള്ളാഹു നൽകിയ അതിലൂടെയുള്ള ഏറ്റവും വലിയ നിധികൾക്കും വേണ്ട വില കൊടുക്കുന്നില്ല എന്നല്ലേ അർത്ഥം. അപ്പം നമ്മൾ തെറ്റ് ചെയ്യുന്നു, സംഭവം ശരി, നമ്മൾ തെറ്റ് ചെയ്തു, തെറ്റ് പറ്റിപ്പോയി, വീണ്ടും പറ്റി ഒക്കെ കുഴപ്പമില്ല. അത് തെറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല എന്നല്ല പറയുന്നത്. ആയിക്കോട്ടെ, നമുക്ക് അത് മായ്ച്ച് കളയാനുള്ള അമലും അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടില്ലേ. അപ്പം നമ്മൾ അതിനും മുഴുകണ്ടേ. നമ്മൾ നിരാശരാവുന്നതിനേക്കാൾ നല്ല അതല്ലേ. അതൊന്നും മുഴുകാതെ നമ്മൾ നിരാശനായിട്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ, ഞാൻ ഇതിന് കൊള്ളും, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നിരാശനായി നടക്കുകയാണെങ്കിൽ നമ്മളിതിനെ വേണ്ട പ്രാധാന്യം കൊടുത്തിട്ടില്ല, ഷെയ്ഖ് പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഇത്രയും വലിയൊരു കാര്യം കിട്ടിയിട്ട് അപ്പോൾ അള്ളാഹു നമുക്ക് അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് തന്നത് ഈ സലാത്തുൽ ഫാത്തിഹ തന്നതോടുകൂടി. ഫൈനഹ കഫീലത്തും ബി മഹ്വിദ് ദുനൂബി വല്ലാസാം, കാരണം അത് മതി എല്ലാ തെറ്റുകളും മായ്ച്ചു കളയാൻ. മാത്രമല്ല മഖ്ബൂലത്ത് ഷഫാഅത്തിൽ സ്വാഹിബിഹ ബൈനി യദൈൽ ഖാലിഖിൽ ലിൽ അനാം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ഷഫാഅത്ത് റസൂലുള്ളാഹിങ്ങൾ ഷഫാഅത്ത് ചെയ്യുന്ന സമയത്ത് ആ ഷഫാഅത്ത് കിട്ടാൻ ഇത് മതി, ഷഫാഅത്ത് സ്വീകരിക്കപ്പെടാൻ ഇത് മതി. അതായത് ഇവന് വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്നതിനെ പറ്റിയിട്ടോ, റസൂലുള്ളാഹിങ്ങളെ ഷഫാഅത്തിനെ പറ്റിയല്ല. റസൂലുള്ളാഹിങ്ങളെ ഷഫാഅത്ത് എന്തായാലും സ്വീകരിക്കും, പക്ഷേ ആ ഷഫാഅത്ത് കിട്ടാൻ, അർഹത കിട്ടാൻ ഒരു മനുഷ്യന് ഇത് മതി. ഇസ്തിഅമാലുഹാലഹു ഷർത്തുൻ, പക്ഷേ അത് ചെയ്യുന്നതിന് കുറച്ച് ഷർത്തുണ്ട്. ഇവിടെയാണ് നമ്മൾക്ക് മിസ്റ്റേക്ക് പറ്റുക. ഇത് വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ സലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നതിന്, ഈ തെറ്റുകൾ പൊറുപ്പിക്കാൻ വേണ്ടി സലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നതിന് ചില ഷർത്തുകളുണ്ട്. ആ ഷർത്ത് നമ്മൾ പാലിക്കണം. അപ്പോഴേ നമ്മൾ തെറ്റുകൾ പുറത്തു വെക്കുള്ളൂ. അല്ലാതെ നമ്മൾ പറയും നമ്മൾ 6000 ചൊല്ലുന്നു, 10000 ചൊല്ലുന്നു, ലക്ഷക്കണക്കിന് ചൊല്ലുന്നു, പക്ഷേ നമ്മളെന്താണ് ആ അവസ്ഥ മാറുന്നില്ലല്ലോ എന്ന് വിചാരിക്കാൻ നമ്മൾ ഈ രൂപത്തിൽ ചെല്ലാത്തതുകൊണ്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരുപാട് സ്പീഡ് സലാത്തുൽ ഫാത്തിഹ ചെല്ലുകയും ചെയ്തു. ഇപ്പോൾ സ്പീഡ് കൂടി അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു 500 ഒരു 10 മിനിറ്റ് കൊണ്ട് അങ്ങനെയൊക്കെ ആവാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അങ്ങനെ പോകാൻ പാടില്ല എന്നല്ല, പോകാൻ പറ്റും. ചിലപ്പോൾ ഈ ഒരു കറാമത്തൊക്കെ പോലെ പോകാൻ പറ്റും. അതിൻ്റെ അപ്പുറത്ത് കറാമത്തൊന്നും ഇല്ലാതെ
നമ്മൾ നോർമലായിട്ടാണ് ചൊല്ലണമെങ്കിൽ ഒരു 500 ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ കാണണം, ഒരു 8-10 മിനിറ്റിൻ്റെ ഇടയിലൊക്കെ. അതിലും സ്പീഡിലൊന്നും ചൊല്ലരുത്, അതൊരു പ്രശ്നമാണ്. നമ്മളിങ്ങനെ ചൊല്ലുക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ലാസ്റ്റ് ഒരു സെക്കൻഡിൽ തന്നെ 3 സലാത്തുൽ ഫാത്തിഹയൊക്കെ ചെല്ലുന്ന രൂപത്തിൽ അങ്ങനൊന്നും ആവരുത്. അതൊന്നും നമ്മൾ വഞ്ചിക്കുന്നതാണ്, അങ്ങനെ ആവരുത്. അതിന് ഷുറൂത്തുണ്ട്. എന്താ മിൻഹ, അതിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് അത്തഹാറത്തുൽ കാമിലത്തി കസ്വലാത്ത്, നിസ്കാരം പോലെ നല്ല ത്വഹാറത്ത് ഉണ്ടാവും. നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വലിയ ശുദ്ധിയിൽ നിന്നും ചെറിയ ശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയായി ഉളുവൊക്കെ എടുത്തിട്ടല്ലേ ഇരിക്കുക. നിസ്കരിക്കാൻ പോകുന്ന പോലെ സലാത്തെല്ലാം ഇരിക്കുക. നമ്മളിങ്ങനെ സലാത്ത് തെറ്റുകൾ ചെയ്തിന് പൊറുക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഭാഗത്ത് ഫോണും ഒരു ഭാഗത്ത് തസ്ബീമാലും പിടിച്ച് അങ്ങനെ ചെല്ലുന്നുണ്ടാവും. ഒരു അന്തമില്ലാതെ പ്രതിഫലം കിട്ടാവും അള്ളാഹുവിൻ്റെ അടുക്കൽ. പക്ഷേ നമുക്ക് തെറ്റ് പൊറുപ്പിക്കപ്പെടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിസ്കാരം പോലെ ശുദ്ധി ഉണ്ടാവണം. നിസ്കാരത്തിനെ പോലെ പ്രവേശിക്കുന്ന പോലെ പ്രവേശിക്കാൻ, ഈ സലാത്ത് ചൊല്ലുന്നതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ല ഇനി നമുക്കത് പറ്റാത്ത സാഹചര്യമാണ്, ഇപ്പോൾ ഒരു യാത്രയിലാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ വലിയ ശുദ്ധിയിലാണ്, പെട്ടെന്ന് അശുദ്ധി മാറാനുള്ള ഒരു അവസ്ഥ ഇല്ല. അങ്ങനെയാണെങ്കിൽ തഹാറത്ത് മിനൽ ഹബസി ദൂനൽ ഹദസ്, മാലിന്യങ്ങളൊന്നും ഉണ്ടാകരുത്. അതുപോലെ നജസ്സൊന്നും ഉണ്ടാവരുത്. ആ രൂപത്തിൽ നജസ്സായിക്കൊണ്ട് നമ്മൾ ചൊല്ലാറുത്. ഇങ്ങനെ ഇതൊന്നും സാധാ സലാത്തല്ലുന്നതിന് ബാധകമല്ല കേട്ടോ. സാധാ സലാത്തല്ലുന്നതിന് എങ്ങനെയും ചൊല്ലാം. പക്ഷേ തെറ്റുകൾ പൊറുപ്പിക്കുക എന്നുള്ള രൂപത്തിൽ നമ്മൾ സലാത്തുൽ ഫാത്തിഹ ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെല്ലരുത്. തഹാറത്തുൽ ബദനീയ വൽ മക്കാനീയ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ശരീരവും നമ്മളെ സ്ഥലവും ഒക്കെ എല്ലാ അശുദ്ധിയിൽ നിന്നും ശുദ്ധമാണ് എന്ന് മനസ്സിലാക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു നിസ്കാരപ്പായലൊക്കെ ഇരുന്ന് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണ് പോയി നിസ്കരിക്കുക, അതുപോലെ വലീഫൊക്കെ ചെല്ലാൻ പോകുമ്പോൾ എങ്ങനെയാണ് അതുപോലെ പോയി ഇരുന്ന് ശുദ്ധിയോട് കൂടി ഇരുന്ന് ചൊല്ലുക. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാ തെറ്റുകളും പൊറുപ്പിക്കപ്പെടും. അല്ലെങ്കിൽ നമ്മൾ പള്ളിയിലൊക്കെ ആണുങ്ങളാണ് പള്ളിയിലൊക്കെ പോയി ഇരുന്ന് ചൊല്ലുക, അല്ലെങ്കിൽ നല്ല സ്ഥലത്ത് ഇരുന്നിട്ട് ഇതുപോലെ ചൊല്ലുക. പിന്നെ അത് മാത്രം പോരാ, ഇഖ്ലാസുൽ അമലി ഫിഹ മിന ശവാഇബി ദിയാഇ വസ്സുംഅ, ആൾക്കാരെ കാണിക്കാനും പേര് നേടാനും വേണ്ടി ചെയ്യുന്നതാവുകയും ചെയ്യരുത്. അത് പൂർണ്ണമായ ഇഖ്ലാസോട് കൂടി ചെല്ലുകയും വേണം. അപ്പോൾ സലാത്തുൽ ഫാത്തിഹ വെറുതെ ആൾക്കാരെ കാണിക്കാൻ ചൊല്ലിയാലും സലാത്തില്ല, അള്ളാഹുവിന്റെ പ്രതിഫലം ഉണ്ടാവും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് നമുക്ക് തെറ്റ് പുറത്ത് കിട്ടണമെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെല്ലരുത്. നമ്മൾ എന്ത് ചെയ്യണം, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അമൽ ചെയ്യാന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ സാരം. സലാത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് നമ്മൾ ഏത് രൂപത്തിൽ ചൊല്ലിയാലും അതിന് പ്രതിഫലം ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് തെറ്റ് പൊറുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഒരിക്കലും എല്ലാത്ത തന്നെ ചെയ്യരുത്, പക്ഷേ ഇത് തീരെ ചെയ്യരുത്. കാരണം നമ്മളവിടെ ഇഖ്ലാസ് കൊണ്ടുവരണം. അള്ളാഹ്ക്ക് വേണ്ടി മാത്രമേ അത് ചെയ്യാവൂ, വേറെ ഉദ്ദേശം ഉണ്ടാവരുത്. ആൾക്കാരെ കാണിക്കാനും ഞാൻ വലിയ സലാത്തുകാരനാണ്, സലാത്തുകാരിയാണ്, കുറേ സലാത്തില്ലുന്ന ആളാണ്, ഇപ്പോൾ ഒരു വലിയ കണ്ടില്ലേ ഇത്ര ലക്ഷക്കണക്കിന് ചൊല്ലുന്ന ആളാണെന്ന് പറയാൻ വേണ്ടി മാത്രം, അതിനു വേണ്ടി ആവരുത് എന്ന് കരുതിയിട്ട് ഒരാളെ മുമ്പിൽ നമ്മൾ സലാത്ത് പറയാൻ പാടില്ല എന്നുമല്ല. അവിടെ നമ്മൾ നീയത്താണ് പരിശോധിക്കേണ്ടത്. സലാത്ത് ഒരാൾ പറഞ്ഞുകൊണ്ട് അയാൾ കാണിക്കാൻ വേണ്ടി ചെയ്തവനാണെന്ന് പറയുന്നു, അത് പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ഉദ്ദേശമാണ് പരിശോധിക്കപ്പെടേണ്ടത്. നമ്മളത് ആൾക്കാരെ കാണിക്കാനാണോ ചെയ്തത് എന്ന് നമ്മൾ നോക്കാം, അല്ലെങ്കിൽ പേര് കിട്ടാൻ വേണ്ടിയിട്ടാണോ അതൊക്കെ ചെയ്തതെന്ന് നോക്കുക. ഫൈനഹ, കാരണം ഇതാ സഹത്ത് അല മിൻഹാജിഹ, ഈ രൂപത്തിലൊക്കെ നല്ല രൂപത്തിൽ നമ്മൾ ഇഖ്ലാസ് ഉണ്ട്, നല്ല ശുദ്ധിയോടുകൂടി നിസ്കരിക്കാനൊക്കെ പോകുന്ന രൂപത്തിലൊക്കെ ഇരുന്ന് നമ്മൾ ചൊല്ലാൻ നിന്നാൽ കാനത്ത ഖായിദതുഹ ഫിൽ ഇളം അക്സർ മിൻ ജമീ വുജൂഹിൽ ബിർ ഇല്ലാ നസ്റൽ ഖലീൽ മിൻഹ, അങ്ങനെ നമ്മൾ ചെയ്താൽ മറ്റേത് നന്മ ചെയ്യുന്നതിനേക്കാളും പ്രതിഫലമുള്ള കിട്ടുന്നതാണ് ഈ സലാത്തിൽ വളരെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴികെ. ഇപ്പം ആരിഫീങ്ങൾ ഖുർആൻ ഓതുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരിക്കലും അതിനെ മാച്ച് ചെയ്യാൻ പറ്റൂല. അതുപോലെയുള്ള വളരെ കുറഞ്ഞ കാര്യങ്ങൾ ഒഴികെ നമ്മൾ ഈ രൂപത്തിൽ ഷർത്ത് പാലിച്ചുകൊണ്ട് സലാത്തല്ല, അതാണ് ഏറ്റവും വലിയ നന്മ. അതിനേക്കാൾ വലിയ നന്മയില്ല. വൈ യഖ്സിദ് ബിഹ സ്വാഹിബുഹ തഅദീമൽ വൽ ഇജ്ലാൽ, ഒരാൾ ഇങ്ങനെ സലാത്തല്ലുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യണം, അവൻ ഉദ്ദേശിക്കണം തഅദീമൻ വ ഇജ്ലാൽ, ബഹുമാനിക്കാനും ആദരിക്കാനും ലില്ലാഹി തആല വറസൂലി, അള്ളാഹിനെയും റസൂലുകളെ ബഹുമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കാണാം, അള്ളാഹ് കൽപ്പിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാന്നുള്ളതുകൊണ്ട് മാത്രം.
റസൂലുള്ളാഹി തങ്ങളാകുന്ന അനുഗ്രഹം അല്ലാഹ് തന്നതുകൊണ്ടുള്ള ആദരവ് കാണിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ചെല്ലാവും. അല്ലാതെ നമ്മൾ സ്വലാത്തല്ലെന്ന് ഇത്രയും അതുകൊണ്ട് നമുക്ക് മോൻ്റെ പരീക്ഷയ്ക്ക് രക്ഷപ്പെടാൻ, മക്കളെ കെട്ടിക്കാൻ, നല്ല ഭക്ഷണം ബിരിയാണി കിട്ടാൻ, ഇങ്ങനൊക്കെ എന്തൊക്കെയേ കാരണം ഇതൊക്കെ ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനു വേണ്ടി അങ്ങനെ ചെല്ലിയാൽ നമുക്ക് ഈ കാര്യം കിട്ടൂല. നമ്മുടെ തെറ്റുകളൊക്കെ പൊറുപ്പിക്കപ്പെടണോ, അള്ളാഹിൻ്റെ അടുക്കൽ ഉന്നതമായ ദർജ നമുക്ക് ഈ സ്വലാത്ത് കൊണ്ട് കിട്ടണോ എങ്കിൽ നമ്മൾ ഒരു ഉദ്ദേശം ഉണ്ടാവില്ല, അള്ളാഹ് പറഞ്ഞുകൊണ്ട് മാത്രം ചെല്ലണം. അതുകൊണ്ടാണ് ഔറാത്ത് തർബിയ ചെല്ലുമ്പോൾ നമ്മളത് പറയുന്നത്. ഒരു ഫത്ഹ് പോലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അള്ളാഹ് കൽപ്പിച്ചു, അതുകൊണ്ട് ചെയ്യുന്നു. വിശ്വാസങ്ങൾ ബഹുമാനിക്കുക എന്നുള്ള അർത്ഥത്തെ ചെയ്യുന്നു. വേറെ ഒന്നും നമുക്ക് വേണ്ട എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്താൽ മാത്രമേ അതുകൊണ്ട് ഗുണം കിട്ടുള്ളൂ. കാരണം ദൂന ഐഹിമിൻ സായിരി നിയാദ്, വേറെ നിയത്തുകൊണ്ട് ഒന്നും ചൊല്ലരുത്. ഫൈന്ന ലഹാ അഹ്വാലൻ ഫിന്നിയാദ്, കാരണം നീയത്തുകൾക്കനുസരിച്ച് ഇതിൻ്റെ ഹാലുകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളൊരു നല്ലൊരു ബിരിയാണി കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് 1000 സ്വലാത്തിൽ നിന്നെങ്കിൽ അതിനെക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം കുറഞ്ഞതായിരിക്കും. ചെല്ലുന്നതും ഇരുത്തവും ഒതുകൊടുക്കലും നിസ്കാരപ്പായിരിക്കലും ഭയങ്കര ഉഷാറായി ചെല്ലലൊക്കെ അത് രണ്ടും സെയിം ആയിരിക്കും മറ്റൊരു നോക്കുമ്പോൾ. പക്ഷേ നീയത്ത് മാറിയതോടുകൂടി അതിൻ്റെ പ്രതിഫലവും കുറയും. അതേസമയം നമ്മൾ അള്ളാഹ് പറഞ്ഞുകൊണ്ട് മാത്രം ചെല്ലുന്നു, വിശ്വാസങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി മാത്രം ചെല്ലുന്നു, വേറെ ഒന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് മതി നമ്മളെല്ലാ തെറ്റുകളും പൊറുപ്പിക്കാൻ. അപ്പോൾ നമ്മൾക്ക് തെറ്റുകളൊക്കെ വരുമ്പോൾ സ്ഥിരമായി നമ്മൾ സലാത്തുൽ ഫാത്തി ഈ രൂപത്തിൽ ചെല്ലാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഔറാത്ത് തർബീൻ്റെ ഒക്കെ സലാത്തുൽ ഫാത്തി അത് മതി നമ്മളെല്ലാ ആത്മീയമായ ഉയർച്ചക്കും, നമ്മളെല്ലാ തെറ്റുകൾ പൊറുപ്പിക്കാനും, നമുക്കെല്ലാ രുചിക്കും ഹൈറുകളൊന്നും ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാവാനും, നരകത്തും തൊട്ട് ദുനിയാവിലും ആഖിറത്തും രക്ഷപ്പെടാനും ഒക്കെ അത് മതി. പിന്നെ ബാക്കി ഭാഗം നമ്മൾ വായിച്ചു. ഫൈന സബത്തൽ ഖബറ, കാരണം ഹദീസിൽ വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ടിട്ടുണ്ട്, വ്യാന്നൽ മറത്തൻ വാഹിദത്തൻ മിൻഹ, ആരെങ്കിലും ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് എല്ലിയാൽ തഅദിലു 400 അസ്വത്തിൻ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ 400 ജിഹാദ് ചെയ്യുന്നതിന് തുല്യമാണത് ഒരൊറ്റ പ്രാവശ്യം സ്വലാത്ത് എല്ലുന്നത്. ഈ ഒരു ഈ രൂപത്തിലിട്ടാ കുല്ല ഉസ്വത്തിൻ തഅദിലു 400 ഹജ്ജത്തിൻ മഖ്ബൂല, സ്വീകരിക്കപ്പെട്ട 400 ഹജ്ജിന് തുല്യമാണ് ഓരോ ജിഹാദും. അങ്ങനെ 400 ഹജ്ജിന് തുല്യമായ ഓരോ ജിഹാദും, അങ്ങനത്തെ 400 ജിഹാദ് ചെയ്ത പ്രതിഫലം നൽകപ്പെടും. അതിനോട് തത്തുല്യമായിരിക്കും ഒരൊറ്റ സലാത്തല്ലൽ. അപ്പോൾ ആ ഒരു സലാത്തല്ല, ഇത് സലാത്തുൽ ഫാത്തി തന്നെ ആയാൽ ഇതിനെക്കുറിച്ച് വിശദീകരണം ജവാഹറുൽ മഅനിയിൽ ചോദിക്കപ്പെടുന്നുണ്ട്. ഇതിനാശിറുള്ളാഹ് തങ്ങളോട് പറയുന്നുണ്ട്, അലി ഹറാജിമി തങ്ങൾ റളിയല്ലാഹു അൻഹു, അതായത് ഈ സലാത്തിന് ഇത്ര പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ സലാത്തുൽ ഫാത്തി ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 6 ലക്ഷം സലാത്ത് ചൊല്ലിയതിന് പ്രതിഫലമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് 400 മടങ്ങ് 400 പ്രാവശ്യം യുദ്ധം ചെയ്തതിൻ്റെ പ്രതിഫലമാണോ കിട്ടുക, അതോ ഈ 6 ലക്ഷത്തിൽ ഓരോ സലാത്തിനും അങ്ങനെ കിട്ടുമോ? അത് 6 ലക്ഷം × 400 അങ്ങനെ ആവുമോ എന്ന് ചോദിച്ചപ്പോൾ സയ്യിദ്നാ ശൈഖുൽ തങ്ങൾ മറുപടി കൊടുത്താൽ എന്താ അറിയാം, 6 ലക്ഷം × 400 ആവുന്ന. അപ്പം അത്രയും മഹത്വമാണ് സലാത്തുൽ ഫാത്തി. അപ്പോൾ സലാത്തുൽ ഫാത്തിഹിനെ ഈ രൂപത്തിൽ നമ്മൾ ചൊല്ലിയാൽ ഇങ്ങനെ കിട്ടും. ഏത് രൂപത്തിൽ? നല്ല ത്വഹാറത്തോടുകൂടി, ശുദ്ധിയോടുകൂടി, നിസ്കരിക്കാൻ പോകുന്നവരൊക്കെ രൂപത്തിൽ അള്ളല്ലാത്ത എല്ലാ ഉദ്ദേശങ്ങളും ഒഴിവാക്കി വിശ്വാസങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക, അള്ള കൽപ്പിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം ഉദ്ദേശിച്ച് ഇഖ്ലാസോടുകൂടി ആരെയും കാണിക്കാതെ, ആരെയും കാണിക്കണമെന്ന് ഉദ്ദേശിക്കാതെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ സ്വലാത്തില്ല, ഒറ്റ സ്വലാത്തിന് തന്നെ 6 ലക്ഷം × 400 ജിഹാദ് ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകും. അതിൽ ഓരോ ജിഹാദിനും 400 ഹജ്ജ് ചെയ്ത, കബൂൽ ചെയ്യപ്പെട്ട ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹ് നൽകും. അപ്പം നമുക്കിവിടെ പ്രയാസം വരുന്നത്, നമ്മൾ പരാജയപ്പെടുന്ന പലപ്പോഴും നമ്മൾ സലാത്തിലുണ്ടാവും, സലാത്തുൽ ഫാത്തിയൊക്കെ നിരന്തരം ചൊല്ലുണ്ടാവും, പക്ഷേ ഈ കണ്ടീഷൻ പാലിക്കൂല. നമ്മളിങ്ങനെ ചൊല്ലിപ്പോകുന്നുണ്ടാവും, പക്ഷേ ഈ കണ്ടീഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഇതിനോടുള്ള ആത്മീയ ഉയർച്ച നഷ്ടപ്പെടുന്നത്. നമ്മളെപ്പോഴും അതുകൊണ്ട് ഈ കണ്ടീഷൻ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. സലാത്തുൽ ഫാത്തിയൊക്കെ ചെല്ലുമ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ചൊല്ലാൻ തന്നെ ശ്രമിക്കണം. നമ്മൾ വെറുതെ നമ്മളിങ്ങനെ യാത്രയെന്നൊക്കെ യാത്രയിലൊക്കെ വെറുതെ ചൊല്ലിക്കോളി, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ഇരുന്ന് ഒരു ഹൽവത്തിലൊക്കെ പോലെ ഇരുന്ന് ഇങ്ങനെ എക്സ്ട്രാ ചൊല്ലാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു അതിൻ്റെ അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പിന്നെ മിൻഹാ മുസബ്ബാത്തുൽ അശ്ർ എന്ന് തുടങ്ങിയതിൻ്റെ
വിശദീകരണം പറയാണ്. കാലഫി റിമാഹ് പറഞ്ഞിട്ടുണ്ട്, മിനൽ മുക്കഫിറാത്ത് ദുനൂബ്, തെറ്റുകൾ പൊറുപ്പിക്കുന്ന അമലുകൾ പെട്ടതാണ്. അൽ മുസാബറത്തു അലൽ മുസബ്ബഅത്തുൽ അശരി ബുക്രത്തം വാശിയൻ. മുസബ്ബഅത്തുൽ അശർ സ്ഥിരമായി കൊണ്ടെടുക്കൽ, രാവിലെയും വൈകുന്നേരം. രാവിലെ എങ്ങനെ കൊണ്ടെടുക്കൽ, വൈകുന്നേരം എങ്ങനെ കൊണ്ടെടുക്കൽ എന്ന് പറഞ്ഞു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും വൈകുന്നേരം അസ്തമിക്കുന്നതിന് മുമ്പും ചൊല്ലലാണ് മുസബ്ബഅത്തുൽ അശർ. ഫഇന്നമൻ ഖറാഹ ദായിമൻ, കാരണം മുസബ്ബഅത്തുൽ അശർ നിരന്തരമായി കൊണ്ടെടുക്കുന്ന ആളുകൾക്ക് ലം യക്തുബ് അലൈഹി ദംബുൻ, അവൻ ഒരു തെറ്റും എഴുതപ്പെടൂല. അവൻ്റെ ഡിക്ഷണറിയിൽ, അവൻ്റെ എഴുത്തിൽ, കിതാബ് നോക്കിയാൽ ഒരു തെറ്റും ഉണ്ടാവില്ല. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന, മനപ്പാടാക്കാൻ വളരെ എളുപ്പമുള്ള, കൊണ്ടെടുക്കാൻ പറ്റുന്നൊരു അമലാണ് മുസബ്ബഅത്തുൽ അശർ. അതുകൊണ്ട് ആരും അത് ഒഴിവാക്കരുതേ എന്ന് അപേക്ഷിക്കുകയാണ്. കുൽത്തു, എന്നിട്ട് ഈ രചയിതാവ് പറയാണ്, ഖദ് ശാഅ ബൈന അഹ്ലു തരീഖ, തരീഖത്തിൻ്റെ ആളുകളുടെ ഇടയിൽ പ്രശസ്തമായ ഒരു കാര്യമുണ്ട്. എന്താണത്? അന്ന വിർദുൽ മുസബ്ബഅത്തിന്റെ വിർദ് ഇത് ഫാത്ത വക്തുഹു ലായക്കുല, അതിൻ്റെ വക്ത് കഴിഞ്ഞാൽ, അതായത് ആരെങ്കിലും അവിടെ നിന്ന് ഉറങ്ങിപ്പോയി, വൈകുന്നേരം തിരക്കിലായിപ്പോയി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആയാൽ അത് ഖളാ വീട്ടാൻ പറ്റൂല എന്നത് ഒരു ത്വരീഖത്തിൽ പ്രചരിക്കുന്ന ഒരു വാദമുണ്ട്. എന്നാൽ വഖദ് ബയ്യന സയ്യിദുൽ അറബി ഇബ്നു സായിഹ്, ബഹുമാനപ്പെട്ട അൽ ഖുതുബ് അൽ കാമിൽ സയ്യിദി അറബി ബിൻ സാഹിഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താ വ്യക്തമാക്കിയത്? അന്നഹോ കായിരിഹി മിനൽ ഔറാദ്, അത് മറ്റ് ഔറാദുകളെ പോലെ തന്നെയാണ്. അത് ഖളാവുട്ടൊക്കെ ചെയ്യാം, മുൻകൂട്ടി ചെല്ലാം, പിന്തിച്ച് ചെല്ലാം, അതൊന്നും കുഴപ്പമില്ല. ഖളാ വീട്ടുകയും ചെയ്യാം. അതിനർത്ഥം ഇങ്ങനെ ഖളാ വീട്ടി നടക്കണം എന്നല്ല, ഏതെങ്കിലും സമയത്ത് അങ്ങനെ വിട്ടുപോയാൽ ഖളാ വീട്ടാം, മുൻകൂട്ടി ചെല്ലാം എന്നൊക്കെ അറബി ബിൻ സായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാന്നഹു യസിഹു തഖദീമുഹു, അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി ചെല്ലാനും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സുമാ ജാഹഫി അജ്വിബത്തിഹി, മാനവകളുടെ ജവാബിൽ, ഉത്തരങ്ങളിൽ ഇങ്ങനെ കാണാം. വാമ്മ വക്തുൽ മുസബ്ബാത്ത്, മുസബ്ബാത്തിന്റെ വക്തിനെ കുറിച്ച്, അതിന്റെ സമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വഹുവ ഫി ത്വരീഖത്തിന ഫി സബാഇ വൽ മസാ, അത് രാവിലെയും വൈകുന്നേരം ചൊല്ലലാണ് നമ്മുടെ ത്വരീഖത്തിൽ അതിന്റെ രീതി. ഒമാ നഖലഹു ഫിൽ ജയ്ഷ്, എന്നാൽ ജയ്ഷ് എന്ന കിതാബിൽ ഇങ്ങനെ കാണാം, ലം യബ്ലുഗുന അനി ശൈഖ് റളിയല്ലാഹു അൻഹു, ജയ്ഷ് എന്നുള്ള കിതാബ് പറഞ്ഞിട്ടുണ്ട് അത് ഖളാ കൂട്ടാൻ പറ്റൂല, മുൻകൂട്ടി ചെല്ലാൻ പറ്റൂല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ത്വരീഖത്തിൽ അടിസ്ഥാന വിഷയങ്ങളല്ലാത്ത പല വിഷയങ്ങളിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ദീനിലെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പോലെ തന്നെ ഇതിലും ഉണ്ട്. അപ്പോൾ എന്നാൽ അങ്ങനെ ജയ്ഷ് എന്ന കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലം യബ്ലുഗുന അനി ശൈഖ് റളിയല്ലാഹു അൻഹു, ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അങ്ങനെയൊന്നും നമ്മൾ കേട്ടിട്ടില്ല, അങ്ങനൊന്നും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. വലാൻ അസ്ഹാബി, ഷെയ്ഖിന്റെ നേരെ സഹാബാക്കളിൽ നിന്നും അങ്ങനൊന്നും കേട്ടിട്ടില്ല. മായി വാക്കിദുൽ അമലു ഫി വഖൂഫി ഇൻദഹു, ഈ ഒരു കാര്യം, അങ്ങനെ ഇത് മുസബ്ബഅത്തുൽ അശർ ഖളാ കൂട്ടാൻ പറ്റൂല എന്നുള്ള കാര്യം സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോ അവിടുത്തെ അനുചരന്മാരിൽപ്പെട്ട ആരെങ്കിലും പ്രധാനികളോ പറയുന്നതായിട്ടൊന്നും നമുക്ക് അറിവ് ലഭിച്ചിട്ടില്ല. വഹിയ, അതുകൊണ്ട് തന്നെ ഐനിയ മുസബ്ബഅത്തുൽ അശർ കായിരിഹാമിൻ ഔറാദു സബാ വൽ മസാ, മറ്റ രാവിലെയും വൈകുന്നേരമൊക്കെ ചെല്ലുന്ന ഔറാദുകൾ പോലെ തന്നെയാണ്. വാലൈഹി, അതുകൊണ്ട് ഫലിമൻ ഷാ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ തഖദീം ഔറാദു സബാ, ഈ രാവിലത്തെ ഔറാദിനെ, അതായത് മുസബ്ബഅത്തുൽ അശറിനെ മുന്തിരി ചെല്ലാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മസലാൻ ഉദാഹരണത്തിന് ഇന്ദ സഹർ, പിന്നെ തഹജ്ജുദിന്റെ സമയത്ത് ആരെങ്കിലും ചൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയ്യ തഖദ്ദമഹ, അവൻ ചൊല്ലിക്കോട്ടെ. തഹജ്ജുദിന്റെ സമയത്തുമാണെങ്കിൽ മുസബ്ബഅത്തുൽ അശർ മുൻകൂട്ടി ചെല്ലാം. രാവിലത്തെ സുബിക്ക് ശേഷം ആവാൻ നിൽക്കണ്ട. അപ്പം നമ്മൾ സുബിക്ക് ശേഷം ചൊല്ലുന്ന ആൾക്കാർ, പിന്നെ മക്സദൊക്കെ ചൊല്ലുന്നവർ, അങ്ങനെ കുറേ സമയം എടുക്കുമോ, പിന്നെ ഖുർആൻ ഓതാനുണ്ട്, ഒക്കെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മുസബ്ബാത്ത് ചൊല്ലാൻ പറ്റുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ തഹജ്ജുദിന് എണീക്കുന്നവരാണ് എന്ത് ചെയ്താൽ മതി, മുസബ്ബാത്ത് മുൻകൂട്ടി ചെല്ലിയാൽ മതി. സുബിക്ക് ശേഷം ചൊല്ലുന്നതൊക്കെ ഏത് ഔറാദും, വിർദുൽ അല്ലാത്ത ഏത് ഔറാദും, വിർദുൽ ലാസിമും പിന്നെ അതുപോലെ തന്നെ മക്സദും ഒക്കെ അല്ലാത്ത ഏതും നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ചെല്ലാം. സുബിക്ക് ശേഷമുള്ളത് മുൻകൂട്ടി ചെല്ലാം. വിർദുൽ ലാസിമും ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതും അതിൽ രണ്ട് അഭിപ്രായമുണ്ട്. അത് ചൊല്ലാമെന്ന് അത് ചൊല്ലുന്നത് നല്ലതാണെന്ന് ഉലമാക്കൾ, ചില ത്വരീഖത്തിൻ്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ചൊല്ലുന്നത് നല്ലതാണെന്നല്ല, ചൊല്ലാം ആവശ്യമെങ്കിൽ. പക്ഷേ അത് വലിയ മഹത്വമുള്ള കാര്യമൊന്നുമല്ല, സുബിക്ക് ശേഷം തന്നെ ചൊല്ലലാണ് നല്ലതെന്നാണ് ഇബ്രാഹിം നിയാസ് തങ്ങളൊക്കെ പക്ഷം. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്,
ഈ ഔറാദുകളല്ലാതെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പം നമുക്ക് ആരെങ്കിലും ഇസ്ബിഹ് ചൊല്ലുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ എക്സ്ട്രാ ദിക്റുകളൊക്കെ ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിലും സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് സമയം കിട്ടില്ല നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സൂര്യൻ നമ്മുടെ സുബീൻ്റെ സമയം ആവുന്നതിന് മുമ്പ്, അതായത് തഹജ്ജുദിൻ്റെ സമയത്ത് വേണമെങ്കിൽ അത് ചൊല്ലാം. ലിമാ തഖററ മിൻ ഫദ്ലില്ലാ ഫീ ദാലിക്കൽ വഖ്ത്. എന്തുകൊണ്ടാണ് ആ സമയത്ത് നമ്മളെ ഔറാദ് സുബഹിക്ക് ശേഷം ചൊല്ലുന്ന ഔറാദുകൾ, ഇപ്പോൾ മുസബാത്തുൽ അശർ നമുക്ക് സുബഹിക്ക് ശേഷം ചൊല്ലുന്നുണ്ട്, യാമൻ അദ്ഹർ ജമീൽ ചൊല്ലുന്നുണ്ട്, അതൊക്കെ സുബഹിക്ക് ശേഷം ചൊല്ലുന്നതിനേക്കാൾ നല്ലത് ആ വക്ത് ചെല്ലാൻ ഉദ്ദേശിക്കുന്ന സാധനം തഹജ്ജുദ് ചൊല്ലലാണ്. കാരണം തഹജ്ജുദിൻ്റെ സമയം വളരെ പോരിശ ആക്കപ്പെട്ടതായതുകൊണ്ട് ആ സമയത്ത് ചൊല്ലലാണ് ഏറ്റവും നല്ലത്. വഹിയ കാരിഹ മിൻ അദ്കാരി എന്തിനാ. അതുകൊണ്ട് നമ്മളെ പക്ഷം, അതായത് അർബി ബിൻ ഷായി തങ്ങളെ റളിയല്ലാഹു അൻഹു തങ്ങളെ പക്ഷം മറ്റ് ഔറാദുകളൊക്കെ പോലെ ഇതും മുൻകൂട്ടി ചെയ്യാം എന്നാണ്. ഹിക്കായത്തിൽ ആദാൻ ആയുധൻ തിസ. അപ്പോൾ നമ്മൾ തെറ്റുകൾ പൊറപ്പിക്കുന്ന അമലുകളിൽ പെട്ടതാണ് പിന്നെ ബാങ്കിന് ഏറ്റുപറയൽ എന്ന് പറഞ്ഞല്ലോ. ഖാലഫി ഷിഫ ലസ്ക മനസുഹു മിൻഹ കൗലു ഷഖ്സി ഹീന യസ്മഉൽ അദാൻ. അതായത് ഷിഫാഉൽ അസ്കാമിൽ കാണുന്നുണ്ട് ഒരു മനുഷ്യൻ പിന്നെ അദാന് കേട്ടപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം അഷ്ഹദു എന്ന് മാത്രം പറയുക. വഫി ലഫ്ലി വാന അഷ്ഹദു അല്ലെങ്കിൽ വാന അഷ്ഹദു എന്ന് പറയുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂടി ഫി റിവായത്തി അതിന് കൂടി പറയാം. അല്ലെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അഷ്ഹദു അല്ലെങ്കിൽ ആന അഷ്ഹദു അല്ലെങ്കിൽ ആന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ ആന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കൂട്ടി പറയാം. തുമ്മ യഖൂൽ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദ് നബിയ എന്ന് പറയാ. വഫി റിവായത്ത്, മറ്റൊരു റിവായത്തിൽ അതിൻ്റെ കൂടെ കൂട്ടിയിട്ട് റസൂലൻ കൂടി ചേർത്ത് പറയാം. വൈൻ ജമ്മ ബൈനഹുമാ ഫക്കാല, മറ്റൊരു റിവായത്ത് അനുസരിച്ച് നബിയൻ വ റസൂല എന്ന് പറയാം. ഔ നബിയൻ വ റസൂല എന്ന് പറയാം. വിവാവിൽ ആതിഫ, അത്തഫ് ചെയ്യുന്ന വാവ് കൊണ്ട് കൂട്ടി പറയാം. ഫഹു ഹസൻ കമാ തഖറുആയ വാഹിദിൻ. ഒരുപാട് പണ്ഡിതന്മാർ ഇത് ഹസന എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിൻ്റെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കേട്ടിട്ട് വാന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് വറളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയൻ റസൂലൻ നബിയൻ വ റസൂല എന്ന് ഓതുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഇത് ഓരോന്ന് ചെറിയതായിട്ടും ഓതാം. യഖൂൽ ഹാദാ മറത്തൻ ഹാദാ മറത്തൻ. ഒന്നുകിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ അത്വ് ചെയ്യുന്നതിന് നബിയെന്ന് മാത്രം ചൊല്ല, അല്ലെങ്കിൽ നബിയും റസൂലെന്നില്ല, ഏതായാലും കുഴപ്പമില്ല. അലിഹ ഫഖാൽ ഹത്താബ്. കാരണം എന്നാൽ ഈ ഹത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളിത് പറഞ്ഞത് എന്താ, എംബായി ആയുധൻ അയ്യക്കൂലു ഫി മറത്തൻ അഷ്ഹദു. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, അഷ്ഹദു എന്ന് മാത്രം പറഞ്ഞിട്ട് പറയാം. വഫി മറത്തൻ മറ്റൊരു അവസരത്ത് ആനഷ്ഹദു എന്ന് പറയാം. ലിയാമൽ ജമിയൽ റിവായാത്ത്, എല്ലാ റിവായത്തുകളും ഒരുമിക്കാൻ വേണ്ടിയിട്ട്. അത് ഹദീസുകളിൽ ഒരുപാട് രൂപത്തിൽ വന്നിട്ടുണ്ട്. ചിലതിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വന്നിട്ടുണ്ട്, ചിലതിൽ അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതാ ചൊല്ലേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടും ചൊല്ലിക്കോളിയും. ഒരു തവണ നിങ്ങൾ അഷ്ഹദു എന്ന് ചൊല്ലിക്കോ, അല്ലെങ്കിൽ വാനഷ്ഹദു എന്ന് ചൊല്ലിക്കോ. രണ്ട് റിവായത്തിൽ വന്നാണല്ലോ, അതിന് രണ്ടിൻ്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൊല്ലിക്കോ എന്ന് ഹത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർ വിശദീകരണത്തിൽ കുറച്ചും കൂടി വ്യക്തമായി പറയുന്നുണ്ട് രണ്ട് ഹദീസുകൾ. അത് വായിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അഖ്റജ അബൂ അവാനത്തൽ ഇസ്ഫറായീനിയു ഫി സഹീഹിൽ മുസ്തഖ്റജി അലാ സഹീഹി മുസ്ലിം അലാ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ. വിശ്വാസങ്ങളിലേക്ക് ചേർത്തിയിട്ട് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, വിശ്വാസങ്ങൾ പറഞ്ഞു, മൻ സമിയ മുഅദ്ദിൻ, ആരെങ്കിലും മുഅദ്ദിൻ പറയുന്നത് കേട്ടു, അല്ല മുഅദ്ദിൻ വിളിക്കുന്നത് കേട്ടു. അല്ലെങ്കിൽ വഫി റിവായത്തി, മറ്റൊരു റിവായത്ത് അനുസരിച്ച് മൻ കാല ഹീന യസ്മു അൽ മുഅദ്ദിൻ, മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും ചൊല്ലിയാൽ, എന്ത് ചൊല്ലിയാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയൻ വഫി ലഫ്ലി, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ റസൂലൻ. അപ്പം നേരത്തെ പറഞ്ഞതനുസരിച്ച് റസൂലൻ നബിയും റസൂലൻ അങ്ങനെ കൂട്ടാം, അങ്ങനെയും ചെയ്യാം. ഒഫറ ലഹു വമാ തഖദ്ദമ ബിദംബിഹി വമാ തഅഖർ, അവൻ്റെ എല്ലാ പാപങ്ങളും മുൻകഴിഞ്ഞതും ശേഷം വരുന്ന ഒക്കെ അള്ളാഹ് പുറത്തെടുക്കും. ഇത് നമുക്ക് വളരെയധികം സിമ്പിളായി കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ശൈഖ് അവറുകൾ അതിന് നമുക്ക് സംബന്ധം തന്നതാണ്. എന്താണ് ചെയ്യേണ്ടത്, ബാങ്ക്
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹയ്യ അലൽ സ്വലാ എന്നൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ചൊല്ലുക. അത് കേട്ട ഉടനെ മറ്റ് ജവാബൊക്കെ ചൊല്ലിയതിന് ശേഷം കേട്ട ഉടനെ ചെയ്യുക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ വറസൂലൻ എന്ന് ചൊല്ലുക. സിമ്പിളല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ വറസൂലൻ. ഇങ്ങനെ ചൊല്ലിയാൽ ഇപ്പോൾ എത്ര സെക്കൻഡ് വേണ്ടി? 2 സെക്കൻഡ് വേണ്ടി, 2-3 സെക്കൻഡ്. അങ്ങനെ ചൊല്ലിയാൽ അള്ളാഹു നമ്മളെ മുൻ കഴിഞ്ഞതും പിന്നെ ഇനി വരാനിരിക്കുന്നതൊക്കെ എല്ലാ തെറ്റും പുറത്തു തരും. ഹദീസിൽ വന്നിട്ടുള്ള വഫിൽ അദ്കാരിൽ ഇബ്നു ഹജർ ഫി ബാബിൽ അവൽ ഫി ഫദ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മഹത്വം പറയുന്നിടത്ത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, അൻ സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, കാല മഹാനവറുകൾ പറഞ്ഞു, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിയ മുഅദ്ദിൻ യഖൂൽ, മുഅദ്ദിന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ആരെങ്കിലും ചൊല്ലിയാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ല മുഅദ്ദിന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ, ഇവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാന്ന് ഉദ്ദേശിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നും രണ്ടും കൂടിയാണെന്നാണ് മഹത്തുക്കൾ പറഞ്ഞത്. അങ്ങനെ ചൊല്ലുന്ന കേട്ടാൽ ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ പറഞ്ഞത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല. നേരത്തെ ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുണ്ടായിരുന്നില്ല. ഇതിൽ ഈ റിവായത്ത് അനുസരിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല എന്നാരെങ്കിലും ചൊല്ലിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ ബിദംബിഹി വമാ തഅഖർ, അല്ലാഹു അവരുടെ മുൻകഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതൊക്കെ അതിൻ്റെ എല്ലാ തെറ്റുകളും പുറത്തെടുക്കും. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ചൊല്ലിക്കൂടെ? വളരെ സിമ്പിളല്ലേ? ഇന്ന് മുതൽ എല്ലാ പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ബാങ്ക് കേട്ട ഉടൻ നമ്മളിത് ചൊല്ലുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂലാ എന്ന് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്യട്ടെ. വഫി ലഫ്ലി ലിബൈഹഖി ഫി ദഅവാതി വബിൻ സസ്റാ ഫി അമാലി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മർഫൂഅൻ റസൂലുള്ളാഹികളിലൊക്കെ ചേർത്തിയിട്ട് പറയുന്നുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി പറയുന്ന ഭാഗം കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്, പക്ഷെ അത് വലിയ മഹത്വമുള്ളതാണ്. ചൊല്ലാൻ പറ്റുന്നവർ അതൊക്കെ ചെല്ലുക. മൻ സമിയ മുഅദ്ദിൻ, ആരെങ്കിലും മുഅദ്ദിന് ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ, യുഅദ്ദിൻ കാല, എന്നിട്ട് പറഞ്ഞു, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം നബിയ്യൻ. ഇത്രയും നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ, ഇതിൽ കുറച്ചും കൂടി കൂടുതലുണ്ട്. വബി ഖുർആൻ ഇമാമൻ വബി കഅബതി ഖിബ്ലതൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ, അല്ലാഹുവേ, അക്തബ് ഷഹാദത്തി ഹാദിഹി ഫി ഇല്ലിയീൻ. എന്നിട്ട് പറയണം, അല്ലാഹുവേ നീ ഷഹാദത്ത്, ഇതുവരെയാണ് ഷഹാദത്ത്, അല്ലാഹുവേ നീ ഷഹാദത്ത് ഇല്ലിയീൻ എന്ന സ്വർഗത്തിൽ നീ രേഖപ്പെടുത്ത്. വഅഷ്ഹദു അലൈഹ മലായിക്കത്തൽ മുഖറബീൻ വ അംബിയായിക്കൽ മുർസലീൻ വ ഇബാദിക സ്വാലിഹീൻ. ഈ ഷഹാദത്തിന് നീ മലക്കുകളെയും നിന്നോട് സാമീപ്യം സിദ്ധിച്ച മലക്കുകളെയും അമ്പിയാക്കന്മാരെയും മുർസലീങ്ങളെയും സാലിഹീങ്ങളായ അടിമകളെയും ഒക്കെ സാക്ഷിയാക്ക്. ഞാൻ ചൊല്ലിയന് നീ ഇല്ലീൻ എഴുതി വെക്ക്, എന്നിട്ട് വിറക്ക നീ സാക്ഷിയാക്ക്. വഖ്തിം അലൈഹ ബി ആമീൻ, എന്നിട്ട് അതിൻ്റെ ഒക്കെ ഖത്തുമായിട്ട് അവസാനം മുദ്രയായിട്ട് നീ ആമീൻ വെക്കുകയും ചെയ്യും. ആമീൻ എന്ന് പറഞ്ഞ സീലാണല്ലോ, ആ സീലടിക്ക്. എന്നിട്ട് വജഅൽ ഫീ ലീ ഇൻദക, എന്നിട്ട് ആ ഇതിപ്പോൾ ഇല്ലീൻ എഴുതിയിട്ട് ഇവരൊക്കെ സാക്ഷിയാക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ നീ സീലും അടിച്ചിട്ട് നീ സൂക്ഷിച്ച് വെക്ക്. എന്നിട്ടോ വജഅലഹ ലീ, നീ എന്നിട്ട് അത് എനിക്ക് കൊണ്ടാ ഇൻദക് അഹദൻ തുവഫീനിഹി യൗമൽ ഖിയാമ. എന്നിട്ട് നീ ഖിയാമത്ത് നാളിൽ നീ എനിക്ക് നൽകുന്ന ഒരു വാഗ്ദാനമായി നീ അത് സൂക്ഷിച്ചു വെക്ക്. ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, നീ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. നദർതു ഐ, അങ്ങനെയാണെങ്കിൽ സഖതത് ഇലൈഹി ബിതാഖതൻ മിൻ തഹ്തിൽ അർശ്, ആ ഒരു ഇത് ആരെങ്കിലും ചൊല്ലിയാൽ
അർഷിൻ്റെ മുകളിൽ നിന്ന് അവനിലേക്ക് ഒരു രേഖ വിഗും. ഫിഹ അമാനുഹ, ആ രേഖയിൽ എഴുതിയിട്ടുണ്ടാവും മിനന്നാർ, ഇവൻ നരകത്തുനിന്ന് രക്ഷപ്പെട്ടവനാണ് എന്ന്. ഈ ഒറ്റ ദുആ, ഈ ഒറ്റ ഷഹാദത്ത് ചൊല്ലി ഈ ദുആവും കൂടി ചൊല്ലിയാൽ ഓരോ പിന്നെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ശേഷം നമ്മൾ ചെല്ലണം. അങ്ങനെ ചൊല്ലിയാൽ അർഷിൻ്റെ മുകളിൽ നിന്നൊരു എഴുത്ത് ഇങ്ങനെ താഴെ വെക്കും. ആ എഴുത്തിലുണ്ടാവും ഈ ചങ്ങായി, ഈ ചൊല്ലിയ ആള് നരകത്തുനിന്ന് രക്ഷപ്പെട്ടവനാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ പറ്റുന്നവർ ഇൻഷാ അല്ലാ ഇത് ചൊല്ലുക. ഇനി അത് പറ്റിയിട്ടില്ലെങ്കിൽ ചുരുങ്ങിയത് നമ്മൾ നേരത്തെ പറഞ്ഞ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല, അതെങ്കിലും ചൊല്ലാം. സ്ഥിരമായി കൊണ്ടെടുക്കുക. പറ്റണത് ചെറുതാണെങ്കിൽ അത് സ്ഥിരമായി കൊണ്ടെടുക്കാൻ എന്താ പറ്റണം അത് ചെയ്താൽ മതി. ഇത് ചെല്ലാൻ പറ്റുന്ന അത്രയും നല്ലത്. മാഷാ അല്ലാ. കൊളുത്തു. എന്നിട്ട് ഇത് എഴുതിയ ആൾ പറയാ വഹാദി അനീമത്തും അലീമത്തും ഫലില്ലാഹിൽ ഹംദ്. ഓ, എന്ത് വലിയൊരു നിധിയാണത്. ഈ ഒരു ഒറ്റ ചെറിയ ദുആ കൊണ്ട് അള്ളാഹു നമുക്ക് എത്ര വലിയ പദവിയാണ് നൽകുന്നത് എന്ന് പറയാണ്.